ശരിക്കും ഈ സന്തോഷം എന്ന് പറയുന്നത് എന്തറിയോ, ലഭിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന. വിവാഹം കഴിച്ച അന്നത്തെ സന്തോഷം ഇന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ഈ നവദമ്പതികളെ കണ്ടോ, ഒരു ബസ്സിലേ കയറുള്ളൂ, ഒരു സീറ്റിലേ ഇരിക്കുള്ളൂ. ഇരിക്കുമ്പം പോലും ചെറുക്കൻ തോളേക്കടെ കൈയിട്ട് അവൾ പകുതി ഇവൻ്റെ മടിയിലായിരിക്കും ഇരിക്കുന്നത്. ഞാൻ ഈയിടെ എറണാകുളത്തിന് പോവുക, 2 നവദമ്പതികൾ എൻ്റെ തൊട്ട് മുമ്പിലത്തെ സീറ്റിൽ മുട്ടി ഉരുമി കെട്ടിപ്പിടിച്ചിരിക്കുക. ആ തൃപ്പൂണിത്തറയിൽ ചെന്നപ്പോൾ ഇടിയും പെട്ടി മഴ. എല്ലാവരും ഷട്ടർ ഇട്ടു, ഇവരിട്ടിട്ടില്ല. കാരണം മഴ പെയ്യുന്നൊന്നും അവർ അറിയുന്നില്ല. നനയുന്ന ആരാന്നറിയോ? പുറകെ ഇരിക്കുന്ന ഞാൻ. 2-3 തവണ ഞാൻ ഓർത്താ ഷട്ടർ ഇടാൻ പറഞ്ഞാലോ. പിന്നെ ഞാൻ ഓർത്ത 6 മാസമല്ലേ ഉള്ളൂ ഈ പരിപാടി. 6 മാസം കഴിഞ്ഞ ഒരു സീറ്റേ ഇരിക്കുമോ സാറേ? മാറി സന്തോഷത്തിൻ്റെ പ്രത്യേകത അതാണ്. നിങ്ങൾ ഈ ബിവറേജിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ഞാൻ നിങ്ങൾ അത്ര വിശുദ്ധരാണോ എന്ന്. അതിൽ ഈ കിട്ടാൻ പോകുന്നവരുടെ മുഖത്തേക്ക് നോക്കണം. അവരുടെ കാല് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കും. കിട്ടി 1 മണിക്കൂർ കഴിഞ്ഞ് കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ബസ്സേ കയറാൻ മൂവാറ്റുപുഴ നിൽക്കുക, 2 കുടിയന്മാർ കെട്ടിപ്പിടിച്ച് നിൽക്കുക. ബസ് വന്നപ്പം ഒരുത്തൻ വിട്ടാ മറ്റവൻ താഴെ പോവും. എന്നെ വളരെ ദയനീയമായിട്ട് ഇങ്ങോട്ട് വരാൻ. സന്തോഷത്തിൻ്റെ പ്രത്യേകത അതാണ് പ്രിയപ്പെട്ടവരെ. അപ്പോഴെന്താണ് ആനന്ദം? എന്താണ് ആനന്ദം? എന്താണ് ആനന്ദം? എന്താണ് പ്രവാചകൻ പറഞ്ഞത്? ഹബക്കൂക്ക്, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലാതായാലും വയലുകളിൽ ധ്യാനം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടമാലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. എന്നിട്ട് പ്രവാചകൻ പറയാണ്, കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. ഉണ്ടോ പ്രിയപ്പെട്ട ദൈവജനമേ? എന്താണ് ആനന്ദം? സന്തോഷമെന്ന് പറയുന്നത് ലഭിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന അനുഭൂതിയാണെങ്കിൽ, ആനന്ദമെന്ന് പറയുന്നത് ലഭിക്കാത്തപ്പോഴും, വീടില്ലാത്തപ്പോഴും, ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോഴും, മറ്റുള്ളവരെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴും, മാറ്റി നിർത്തുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആത്മീയമായ നിറവിനും ഉണർവിനും പറയുന്ന പേരാണ് ആനന്ദം. അങ്ങനെ ഒരു നിറവുണ്ടോ സാറേ? അതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ഒരു നിറവില്ലാത്തതിന് കാരണം എന്താണെന്നറിയോ? ആത്മാവിൻ്റെ അഭിഷേകമില്ല പ്രിയപ്പെട്ടവർ. അല്ല, ഈ അഭിഷേകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഇങ്ങനെ കത്തിയിറങ്ങുന്നതല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഇന്ന് മനുഷ്യൻ്റെ പ്രത്യേകം അറിയോ? കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഫാമിലി കാണാൻ വന്നപ്പോഴോ ആ മനുഷ്യന് രോഗം. ഇതിൻ്റെ പ്രത്യേകത അറിയോ? ഇവരെല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നവരാണ്, ഭാര്യയും ഭർത്താവും കുർബാന സ്വീകരിക്കുന്നവരാണ്, കയ്യിൽ ജപമാലയുണ്ട്. പക്ഷേ ഞാൻ ഇവരെ ശ്രദ്ധിച്ചു. നല്ല ഫാമിലി, നല്ല കത്തോലിക്ക കുടുംബം. പക്ഷേ ഇവരെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഈ മനുഷ്യൻ ഒത്തിരി വേദനയാണ്, അയാളുടെ കണ്ണ് നിറയുന്നുണ്ട്, ഒരുപാട് തകർച്ചകളാണ് അയാൾ പറയുന്നത്. ഭാര്യയും പറയുന്നത് അങ്ങനെയാണ്. ഇനി മകനുണ്ട്, മരുമകൾ. ഞാൻ ചോദിച്ചു, നിനക്കെന്നാണ് വിഷമം? അവൻ പറഞ്ഞു, എൻ്റെ ജോലി വിദേശത്താണ് ബ്രദറെ, നാട്ടിലേക്ക് എങ്ങനെയും പോരണം, ഭാര്യയുടെ കൂടെ ജീവിക്കണം. അപ്പോൾ അവന് സങ്കടം. ഞാൻ ചോദിച്ചു, നിൻ്റെ പ്രശ്നം എന്നാ? എനിക്കിതുവരെ ഒയിറ്റി കിട്ടിയിട്ടില്ല. 2 പിള്ളേരുണ്ട്. ഞാൻ ചോദിച്ചു, കുഞ്ഞിൻ്റെ പ്രശ്നം എന്നാ? അവൻ ഭക്ഷണം കഴിക്കുകയല്ല. ഞാൻ ഈ ഫാമിലിയെ ശ്രദ്ധിച്ചപ്പം ഒരാളുടെ ഉള്ളിൽ പോലും ഒരു നിറവില്ല പ്രിയപ്പെട്ടവർ. മുഖത്ത് നിസ്സംഗത. കയ്യിലിരിക്കുന്ന ജവമാലയാണ്, എല്ലാ ദിവസവും കുർബാനയെ സ്വീകരിക്കും. അതേ സമയത്ത് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ റിട്രീറ്റ്, എനിക്ക് 5 ദിവസം അച്ഛനെന്നെ ഒരു സെമിനാരിയിലാണ് കിടത്തിയത്. പോരുന്ന അന്ന് അച്ഛൻ പറഞ്ഞിട്ട് ഫാമിലി വരും, സുന്നൊന്ന് കാണണം. അപ്പനും അമ്മയും 3 മക്കൾ വന്ന്. ഇവൻ മെഡിക്കൽ കോളേജ് പഠിക്കുന്ന കുട്ടിയാണ്, MBBS 2ാം വർഷം. അവൻ്റെ തലവേദന. ഡോക്ടർ പറഞ്ഞു നീ തലവേദന ഒന്ന് അവിടെ തന്നെ പരിശോധിക്കാൻ പറഞ്ഞു. ഒരു സ്കാൻ ചെയ്യാൻ. സ്കാൻ ചെയ്തപ്പം തലയിൽ ട്യൂമറാണ്. അതിരിക്കുന്നത് എവിടെയാണെന്നറിയോ? ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത്. ഈ അപ്പനും അമ്മയും ഇവനും കൂടി ഇരിക്കുമ്പം ഈ മനുഷ്യനും എൻ്റെ അമ്മ ചിരിച്ചോണ്ടാണ് പറയുന്നത്, സംസാരിക്കുന്നത്. ഇവനെ ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. ഇവൻ്റെ പപ്പ പറയുമ്പോൾ മനുഷ്യൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. എന്നാലും അയാൾ വളരെ ഗ്രേസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവൻ പറയണം, പപ്പ എന്തിനാ വിഷമിക്കുന്നത്? സാരമില്ല, നമുക്ക് തമ്പുരാനില്ലേ. അവൻ പറഞ്ഞ വാക്കതാണ്, നമുക്ക് തമ്പുരാനില്ലേ. ശരിക്കും ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ഞാൻ കരഞ്ഞു ഒരുപാട്. കാരണം എന്താണെന്നറിയോ?
അവരുടെ അടുത്തിരുന്ന് 5 മിനിറ്റ് ഇരുന്നപ്പോൾ ഞാൻ സൗഖ്യപ്പെട്ടു. ഞാൻ ഒരുപാട് നാളായി ഇതുപോലെ കൃപയുള്ളൊരു ഫാമിലിയെ കണ്ടിട്ട്. ഇറങ്ങുന്ന സമയത്ത് ആ മനുഷ്യൻ കൈകൂപ്പി. യാത്രയാക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മോളെയാണ് ഞാൻ ഓർത്തത്, എൻ്റെ മൂത്ത മോളുടെ പ്രായമാണ്. ഞാൻ ഓർത്തു, എൻ്റെ കുഞ്ഞിനാണ് ആ ട്യൂമറെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പക്ഷെ ആ മനുഷ്യൻ്റെ ഉള്ളിലെ ആ നിറവ് കണ്ടോ. ആ ദിവസങ്ങളിലൊക്കെ ഞാൻ ആ കുടുംബത്തെ, ആ അപ്പനെ ഞാൻ ഓർത്തു. അയാൾ ആ പയ്യൻ്റെ ബലം കാണണം. അവൻ ചിരിച്ചോണ്ട് പറഞ്ഞു, പപ്പ വിഷമിക്കേണ്ട, കർത്താവില്ലേ നമ്മുടെ കൂടെ. ഒന്ന് ഓർത്തു നോക്കിക്കേ. ഇതിന് പറയുന്ന പേരാണ് ആനന്ദം. അതിനർത്ഥം എന്താണെന്നറിയോ? ആ ഫാമിലിയിൽ പരിശുദ്ധാത്മാവുണ്ട്, കൃപയുണ്ട്. അതുകൊണ്ടാണ് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 2:13. ജെറമിയ 2:13. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണർ ഉപയോഗിച്ചു. ദൈവത്തിൻ്റെ വേദനയാണ്. എന്താണ് ദൈവത്തിൻ്റെ വേദന? എൻ്റെ ജനം 2 തിന്മ ചെയ്തു. ഒന്ന്, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നൊമ്പരമാണ്. എൻ്റെ ജനം 2 തിന്മ ചെയ്തു. ഒന്നെന്താണ്? ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഉറവ എന്ന് പറയുന്നതാണ് ആനന്ദം. ആനന്ദം ആനന്ദം ആനന്ദം. അപ്പോൾ പൊട്ടക്കിണറെന്ന് പറയുന്നതോ സന്തോഷം, സന്തോഷം, സന്തോഷം. ഇന്ന് മനുഷ്യൻ അലയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഇവൻ്റെ ഉള്ളിൽ പൊട്ടക്കിണറാണ്. വചനം പറയാണ്, എൻ്റെ ജനം 2 തിന്മ ചെയ്തു. ഒന്ന്, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഉറവ എന്ന് പറയുന്നതാണ് ആനന്ദം, ആനന്ദം, ആനന്ദം. അപ്പോൾ ദൈവം പറയാണ്, എൻ്റെ ജനം 2 തിന്മ ചെയ്തു. വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്നെന്താണ്? ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. അപ്പോൾ ഉറവ എന്ന് പറഞ്ഞാൽ എന്താണ്? ആനന്ദം. പൊട്ടക്കിണറെന്ന് പറയുന്നതോ സന്തോഷം. ഞാനൊരു സുവിശേഷകനാണ്, ഞാനൊരു അപ്പനാണ്. അപ്പൻ എന്ന നിലയിൽ എൻ്റെ ഉള്ളിൽ എന്തുണ്ടാകണം? ഉറവയുണ്ടാകണം, ഉറവയുണ്ടാകണം. ആ ഉറവയിൽ നിന്നും എൻ്റെ മക്കൾ, എൻ്റെ പങ്കാളി ആവോളം എന്ത് ചെയ്യണം? കോരി കുടിക്കണം, കോരി കുടിക്കണം. അങ്ങനെ ഉറവയില്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യുമെന്നറിയോ? എവിടെ കിട്ടുന്നോ അവിടെ പോയി കോരി കുടിക്കും, കോരി കുടിക്കും. മലിനജലം ആവോളം ആ കുട്ടി കുടിക്കും. അസീസിയിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ധ്യാനത്തിന് അപ്പൻ +2 അധ്യാപകൻ, അമ്മ കോളേജ് പ്രൊഫസർ, മകളെയും കൂട്ടി വന്നിരിക്കുകയാണ്. 2 മക്കൾ. ഈ അപ്പൻ എന്നോട് പറഞ്ഞത്, ഞാൻ അവളെ ബസ്സേ വിട്ട് ഇവിടെയാണ് പഠിപ്പിച്ചത്, ബാംഗ്ലൂരെങ്ങാണ്ട് പഠിപ്പിച്ചത്. ഞാൻ അവളെ ബസ്സേ വിട്ടിട്ടില്ല, ബ്രദർ, ഫ്ലൈറ്റിലേ വിട്ടിട്ടുള്ളൂ. എയർപോർട്ട് വരെ കാറിന് വിടും, പാലക്കാരാണ്, അവിടുന്ന് ഫ്ലൈറ്റിനെ വിട്ടിട്ടുള്ളൂ. സംഭവം ഇതാണ്, ഈ കൊച്ച് ഹൈദരാബാദിൽ ഒരു വലിയ കമ്പനിയുടെ IT കമ്പനിയിലാണ് ജോലി. അവളുടെ കൂടെയുള്ള ഒരു ചെറുപ്പക്കാരനോട്ട് പ്രണയത്തിലാണ്. അവൻ മലയാളിയല്ല, അവൻ കന്നഡക്കാരനാണ്. ഇതറിഞ്ഞത് അമ്മ ബോധം കെട്ട് വീണു, അപ്പൻ തകർന്ന് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നതെല്ലാം ഇയാൾ ഈ മക്കളെ വളർത്തിയ ചരിത്രങ്ങളാണ്. എന്ന് വെച്ചാൽ ഒരു കുറവും വരുത്തിയിട്ടില്ല, എല്ലാ നന്മകളും നൽകി ഫ്ലൈറ്റിലേക്ക് കൊണ്ടുവന്നിട്ട്. അപ്പോൾ അറിയാമല്ലോ എല്ലാം. പക്ഷേ അവൾ വഴിതെറ്റി. ഇതൊക്കെയാണ് അപ്പം പറയുന്നത്. എല്ലാം കഴിഞ്ഞ് ഞാൻ കൊച്ചിനെ കാണാം. അവൾ വന്നു കേട്ടോ. സാധാരണ ഒരു പാവം കൊച്ച്, യാതൊരുവിധ മോഡലും ഇല്ലാത്ത നിഷ്കളങ്കയായ ഒരു കുട്ടി. ഞാൻ അവളോട് ഒറ്റ കാര്യം ചോദിച്ചോളൂ, മോളെ. അവൾ പറഞ്ഞു, പപ്പ എല്ലാം പറഞ്ഞില്ലേ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അവൾ അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചാൽ എന്താ കുഞ്ഞ് അങ്ങനെ പറഞ്ഞത്? പെട്ടെന്ന് അവൾ എന്നോട് പറഞ്ഞു, ബ്രദർ, ഞാൻ പഠിച്ചത് ശരിയാണ്, നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് എല്ലാ നന്മകളും ഉണ്ട് ബ്രദറെ. പക്ഷേ സംഭവം എന്താണെന്നറിയോ? ഞാൻ അമേരിക്കൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അമേരിക്കയിൽ 4 ലക്ഷം രൂപ സാലറി തരുന്നത് അടുത്ത് ഇവിടെ 1 ലക്ഷം രൂപ തരും. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ രാവിലെ 8 മണിക്ക് കയറിയാൽ വൈകിട്ട് 8 മണി വരെ ഡ്യൂട്ടി ചെയ്യിക്കും. അതിനകത്ത് തന്നെ ഹോട്ടലുണ്ട്, മുന്തിയവനം ഭക്ഷണമുണ്ട്, നല്ല ബിയറുണ്ട്. എന്നോട് പറഞ്ഞു, ബ്രദർ പോരും, നമ്മുടെ കത്തോലിക്ക പെൺപിള്ളേർ സിഗരറ്റ് വലിക്കുന്നത് ഞാൻ കാണിച്ചു തരാം, ബിയർ കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാനിതൊന്നും തൊട്ടിട്ടില്ല ബ്രദർ. അവൾ എന്നോട് പറയുക. ഇനി അവൾ പറഞ്ഞ് ജോലി ചെയ്യുമ്പോൾ ഒരാണ് വേറൊന്നിനുമല്ല, ഒരാണ് ഒരു പെണ്ണ്, അങ്ങനെയാണ് ഇടുന്നത്.
അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ അപ്പൻ എപ്പോൾ വിളിച്ചാലും എന്നോട് സാലറിയെക്കുറിച്ചും അമേരിക്കയ്ക്കോ എല്ലാം പോകാനുള്ള സോഴ്സിനെക്കുറിച്ചും അല്ലാതെ അവൾ എന്നോട് പറഞ്ഞു, ഒരിക്കൽ പോലും എൻ്റെ പപ്പ നീ പള്ളിയിൽ പോയോന്നോ നീ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് എന്നോട് പറഞ്ഞു. ഇത് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അവൾ എന്നോട് പറഞ്ഞു, ചെറുപ്പം തുടങ്ങിൽ ഇട്ടുമൂടാൻ സ്വത്തുണ്ട് ബ്രദറെ, പക്ഷെ സ്വസ്ഥത എനിക്കില്ല. അത് വാവിട്ട് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു. എൻ്റെ അടുത്തിരുന്ന ആ ചെറുപ്പക്കാരൻ ഒരു ദിവസം എന്നോട് ചോദിച്ചു, എന്താ നിനക്കൊരു വിഷമം? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ അങ്ങനെ എന്നോട് ചോദിക്കുന്നത്. എനിക്കറിയാതൊരു അറ്റാച്ച്മെൻറ്റ് അവിടുന്ന് തുടങ്ങിയതാണ് ബ്രദർ. അവൾ കൈകൂപ്പിയിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ? നിങ്ങളോട് ഞാൻ ആ ചോദ്യം ചോദിക്കട്ടെ, ഞാൻ ആ കൊച്ചിന് എന്തുത്തരം കൊടുക്കും? എന്തുത്തരം കൊടുക്കും? ഇവിടെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും ഈ അപ്പൻ്റെ ഉള്ളിൽ എന്തില്ല? ഉറവയില്ല പ്രിയപ്പെട്ടവരെ. എന്നിട്ട് മക്കളുടെ വഴി തെറ്റുമ്പോൾ നമ്മൾ പറയുന്നതറിയോ, മറ്റു മതസ്ഥനാണ് ഇതിനെല്ലാം കാരണം. ദൈവത്തെ ഓർത്ത് ഞാൻ പിഴയാൽ ചൊല്ലു. നിങ്ങളുടെ ഉള്ളിൽ ഉറവയുണ്ടോ? ഒറ്റ ചോദ്യം. ഞാൻ തൃശ്ശൂരാണ് പ്രസംഗം. എനിക്ക് വെളുപ്പിന് പൊൻകുന്നത്തു നിന്നൊരു വണ്ടിയുണ്ട് 4:30. അത് രാമപുരത്ത് വരുമ്പോൾ 5:15. ഞാനതേ കയറി ടിക്കറ്റ് എടുത്തപ്പോൾ കണ്ടക്ടർ പറഞ്ഞു അങ്ങോട്ട് നോക്കാൻ ആ സൈഡിലേക്ക്. ഞാൻ ആ സൈഡിലേക്ക് നോക്കിയപ്പം ഒരു ബിഷപ്പ് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. കയറുന്ന ആളുകൾക്കെല്ലാം ടിക്കറ്റ് കൊടുത്തിട്ട് കണ്ടക്ടർ പറയും അങ്ങോട്ട് നോക്കാൻ. ചാലക്കുടി ചെന്നപ്പോൾ പിതാവ് എഴുന്നേറ്റു. ഞാൻ നോക്കുമ്പോൾ ഈ കണ്ടക്ടർ ചാടി എഴുന്നേറ്റിട്ട് കൈ കൂപ്പി. അപ്പം ഞാനും എഴുന്നേറ്റ് കേട്ടോ സൈഡ് സീറ്റ്. ഞാൻ പെട്ടെന്ന് ഓർത്തു, ആ കണ്ടക്ടർ ചാലക്കുടി ചെല്ലുന്നോടം വരെ ഞാൻ ശ്രദ്ധിച്ചു, ആ പിതാവിൻ്റെ മുഖത്തൂന്ന് കണ്ണു പറിച്ചിട്ടില്ല. കയറിയ എല്ലാ യാത്രക്കാരോടും പറഞ്ഞു അങ്ങോട്ട് നോക്കാൻ. കേരളത്തിലൊരു മെത്രാൻ കിടന്നുറങ്ങുകയാണ്. ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ ഓർത്തു, പിതാവ് ബിഷപ്പല്ല, നിങ്ങൾ ക്രിസ്തുവാണ്. കാരണം ഉള്ളിൽ ഉറവയുണ്ട്. പാലാരൂപത ഇന്ന് ആ പിതാവ് പാലാരൂപതയിൽ നിന്ന് പോയപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞ അനുഭവം. വേറെ ആരുമല്ല, മുരിക്കം പിതാവാണ്. ജീവിതത്തിൽ ഞാൻ രാമപുരം ഇടവക്കാരനാണ് ഇപ്പോഴും. പാലാ രാമപുരം കുഞ്ഞച്ചൻ്റെ പള്ളിയൊക്കെ ഉള്ളതാണ്. ഞാൻ ആ ടൗണിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരമ്മ, ഒരു 80 വയസ്സുള്ളൊരമ്മ, പാവപ്പെട്ട സ്ത്രീയാണ്, ചട്ടയും മുണ്ടുമൊക്കെ മുഷിഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീ എന്തോ ഒരു പൊതിക്കെട്ട് കടയിൽ കൊണ്ട് കൊടുത്തു. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ കടക്കാരൻ 3-10 നോട്ട് എടുത്ത് കൊടുത്തു, 30 രൂപ. ഇപ്പോഴല്ല, കൊറോണയ്ക്ക് മുമ്പാണ്, കുറേ വർഷം മുമ്പാണ്. 3-10 നോട്ട്. അമ്മ റോഡ് കടന്ന് ഇപ്പുറം വന്നപ്പോൾ ഞാനിങ്ങനെ കയ്യെ പിടിച്ചു. ഞാൻ അമ്മ എവിടെ പോയി? അപ്പോൾ അതെന്നോട് പറഞ്ഞു, കൊച്ചേ നീ ഏതാ? ഞാൻ പറഞ്ഞു, ഞാൻ തൊട്ടടുത്തുള്ളതാ. ഞാൻ എവിടെ പോയി? അപ്പോൾ അതെന്നോട് പറഞ്ഞ്, ഞാൻ ഈ കട വരെ വന്നതാണ്, പൈസ. അപ്പോൾ അതിനോട് ഞാൻ അടയ്ക്കില്ല, പഴുക്ക. അത് കൊടുത്തതാണ്. എവിടുന്ന് കിട്ടി? 30 രൂപ. അതെന്നോട് പറഞ്ഞു, തൊട്ടടുത്ത വീട്ടിലെ പറമ്പിൽ നിന്ന് പെറുക്കിയതാണ്. എന്നോട് ആ ചേട്ടൻ പറഞ്ഞിട്ട് പെറുക്കി എടുത്തോളാൻ. ഞാൻ ചോദിച്ചു, ഇതെന്ത് ചെയ്യും? അപ്പോൾ അതിനോട് പറഞ്ഞു, ഇതുകൊണ്ട് അരി മേടിക്കും. ഞാൻ ചോദിച്ചു, 30 രൂപ കൊടുത്ത അരി കിട്ടുമോ? അപ്പോൾ അത് പറഞ്ഞു, ഇല്ല കുഞ്ഞേ, ഇല്ല, 30 കൊടുത്ത അരി കിട്ടില്ല. 30 രൂപ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ആ കടയിലെ ആ കൊച്ചിനോട് പറയും, എനിക്ക് 2 കിലോ കുത്തിരി തരാമോ? എനിക്ക് എപ്പോൾ ചോദിച്ചാലും തരുമോ? അത് വെറുതെ ചെന്നിട്ട് കൈ നീട്ടുക പറ്റില്ല. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, ഞാൻ അരി വാങ്ങി തരട്ടെ? അപ്പോൾ അതെൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കേട്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ അരി വാങ്ങിത്തരാം. അപ്പോൾ എന്നോട് പറഞ്ഞു, കൊച്ചു ഇവിടെ നിൽക്കടാ. ഞാൻ പറഞ്ഞു, അമ്മ ഇവിടെ നിൽക്കുക, ഞാനിപ്പോൾ വരാം. പെട്ടെന്ന് അതിൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു. എന്നിട്ട് അതെന്നോട് പറഞ്ഞു, കൊച്ചേ മാധവത്തച്ഛൻ പോവുകയാണ്. മാധവത്തച്ഛൻ ആരാണ്? മാധവത്തച്ഛൻ കുഞ്ഞച്ചനെ വിശുദ്ധനാക്കാൻ സഭ നിയോഗിച്ചിരിക്കുന്ന ആളാണ് മാധവത്തച്ഛൻ. റിട്ടയർഡ് ആകുകയാണ്. കുഞ്ഞച്ചൻ രാമപുരം പള്ളിയിൽ കൊച്ചച്ഛനായിട്ട് ഇരിക്കുമ്പം മാധവത്തച്ഛനും ഞങ്ങളുടെ പള്ളിയിലെ കൊച്ചച്ഛനായിരുന്നു. പിന്നെ റോമിൽ പോയി പഠിച്ച് ഇപ്പോൾ വന്നിപ്പോൾ കുഞ്ഞച്ചനെ വിശുദ്ധനാക്കാനായിട്ട് സഭ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതെന്നോട് ചോദിക്കുക, മാധവത്തച്ഛൻ പോവുക? ഞാൻ പറഞ്ഞു, മാധവത്തച്ഛൻ പോവുകയാണ്. പെട്ടെന്ന് അതെൻ്റെ കയ്യെ മുറുകെ പിടിച്ചിട്ട് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇനി അതുപോലൊരച്ഛൻ വരുമോ? ഞാൻ പറഞ്ഞു, അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, അമ്മ ഇവിടെ ഞാൻ അരി വാങ്ങി വരാം. ഞാനൊരു 5 കിലോയുടെ കിറ്റും മേടിച്ച് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വരികയാണ്. അയിങ്കൊമ്പെന്ന് പറയും. അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കണം, കുറേ ദൂരം പോകണം.
ഞാൻ ഓട്ടോയിൽ കയറ്റി, വിളിച്ച് ഓട്ടോയിൽ കയറ്റി. ഞാൻ ഈ അരി എടുത്തു വെച്ച് കയ്യിലല്പം പൈസയും കൂടെ കയ്യിലിങ്ങനെ വെച്ച് കൊടുത്തപ്പം അത് ഈ പൈസയിലേക്കല്ല നോക്കുക, അരിയിലേക്കല്ല നോക്കുന്നത്. അതിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. അതെന്നോട് വീണ്ടും പറയുകയാണ്, മാധവത്തച്ഛൻ പോവുക, ഇനി അതുപോലെ അച്ഛൻ വരുമോ? ഞാൻ ചോദിച്ചു, അച്ഛനോട് ഇഷ്ടമാണോ? അപ്പോൾ അതെന്നോട് പറഞ്ഞു, കുഞ്ഞേ, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എൻ്റെ മകൻ കുടുംബം നോക്കില്ല, മകൾക്ക് ചുഴലിതരണമാണ്. ഞാൻ ഒരുപാട് വേദനിക്കുമ്പം ഞാൻ ആ പള്ളിമേടെ കയറി ചെല്ലുമ്പോൾ അച്ഛൻ എന്നെ കാണുമ്പോഴേ എന്നെ പേരിൽ വിളിക്കും. അടുത്ത് വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കും, എൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കും, ലോഹയ്ക്കുള്ളിൽ കൈയിട്ട് എന്തെങ്കിലും എനിക്ക് എടുത്തു തരും. അച്ഛനെ കണ്ട ഒരു മാസത്തേന് എൻ്റെ മനസ്സിൻ്റെ ഭാരമൊക്കെ മാറും. എന്നിട്ട് അത് ആ കാറിലിരുന്ന് ഓട്ടോയിലിരുന്ന് കരഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചു, ഇനി അതുപോലെ അച്ഛൻ വരുമോ? സത്യത്തിൽ ഞാൻ എന്നോടും ചോദിച്ചു, ഇനി അതുപോലെ. പിന്നെ ഇന്നോളം വന്നിട്ടില്ല. ഞാനവിടെ കൊണ്ടുപോയി അരി എടുത്തു കൊടുത്ത് ഓട്ടോയിൽ ഇറക്കി വിടും. അവർ മരിച്ചുപോയി കേട്ടാ. ഇറക്കി വിടുമ്പോഴും അത് ഈ കൊടുത്ത അരിയിലേക്കോ കാശയിലേക്കോ ഒന്നുമല്ല നോക്കുന്നത്. അത് നിന്ന് കരയുകയാണ്, ഒരു അനാഥനെ പോലെ. ഉണ്ടോ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ 1-2 പേരെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് എന്തിനാണെന്നറിയോ? ഇവരുടെയൊക്കെ ഉള്ളിൽ ഉറവയുണ്ട്. ദൈവത്തിൻ്റെ വേദന അതാണ്. എൻ്റെ ജനം 2 തിന്മ ചെയ്തു. ഒന്ന്, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. സത്യത്തിൽ ഇന്ന് 3 ചെറുപ്പക്കാർ കണ്ണൂരിൽ നിന്ന് എന്നെ തേടി വന്നപ്പോൾ ഞാൻ ഓർത്തു, അവർക്ക് പറയുന്നത് വേദനയാണെങ്കിലും അവർ പറയുന്നത് ബ്രദറിനെ കാണണം. ഒറ്റ ആഗ്രഹമുള്ളൂ പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് വെളിച്ചം കിട്ടേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു നിറവുണ്ടോ? അതെയോ നമ്മളിപ്പോഴും നമ്മുടെ ജീവിതം ഇപ്പോഴും ഈ പൊട്ടക്കിണറാണോ? അതാണ് ചോദിക്കുന്നത്. ആരാ ഈ ഉറവ? എൻ്റെ ദൈവത്തിൻ്റെ വേദന, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. അപ്പോൾ ഉറവയെന്ന് പറയുന്ന ആരാണ്? ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ഒരു അപ്പൻ്റെ ഹൃദയത്തിൽ, ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. ഇവിടെ ഇരിക്കുന്ന ഒരു അമ്മയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. ഇവിടെ ഇരിക്കുന്ന ഒരു സന്യാസിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. ഒരു വൈദികൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. ഞാൻ അപ്പനാണ്, എൻ്റെ ഉള്ളിൽ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. അങ്ങനെ ഒരു സാന്നിധ്യം ഉണ്ടോ? എന്നെ കണ്ടുമുട്ടുന്നവരുടെ ഭാരം മാറുന്നുണ്ടോ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമാണിത്. അപ്പം ചോദിക്കട്ടെ, ആരാണ് ദൈവം? ആരാ ദൈവം? ആരാണ് ദൈവം? സങ്കീർത്തനം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. സങ്കീർത്തനത്തിൽ 139 അധ്യായം അതിൻ്റെ 16 തിരുവചനം. സങ്കീർത്തനം 139:16. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപേ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപേ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. അടുത്ത വചനം എന്താണ്? എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. അപ്പം എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപേ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. അപ്പം എന്നെ ആദ്യം കണ്ടത് ആരാണ്? ദൈവം. എന്നാ കണ്ടത്? രൂപം ലഭിക്കുന്നതിന് മുൻപ്. എൻ്റെ അപ്പനും അമ്മ എന്നെ കണ്ടതെന്നാ? ഞാൻ ജനിച്ചതിന് ശേഷം. അപ്പം ഞാൻ എവിടെ നിന്ന് വന്ന ആളാ? ദൈവത്തിൽ നിന്ന്. കൊച്ചുണ്ടായപ്പോൾ കൊച്ചിനോട് പറഞ്ഞോ ദൈവത്തിൽ നിന്നാണ് വന്നതെന്ന്? ആൻറ്റിക്ക് എത്ര പിള്ളേരാ? 2 പേര്. അവരോട് പറഞ്ഞോ നീ ദൈവത്തിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞോ? കണ്ടോ, അത് കണ്ണടയ്ക്കുക. ഇല്ല. നമ്മൾ മക്കളുണ്ടായപ്പോൾ കൊച്ചിനെ എടുത്തു പിടിച്ചു, ദേ അപ്പൻ. കൊച്ചു ഇതായിരുന്നു അപ്പൻ. എന്നാൽ പിന്നെ ഉണ്ടാകണ്ടായിരുന്നു കേട്ടാ. സത്യമാണ്. ഞാനീയുടെ മലബാറി ധ്യാനം, പകല് ഭവന സന്ദർശനം, വൈകിട്ട് സുവിശേഷം. ഞാനും അച്ഛനും കൂടെ വീട് കയറുക. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരപ്പൻ കാലും കയറ്റിയിരിപ്പുണ്ട്. അച്ഛനോട് ഞാൻ, അച്ഛാ, പാലായിന്ന് ഒന്നുമില്ലാതെ ഇവിടെ വന്നതാ. ഈ കാണുന്ന എല്ലാം ഉണ്ടാക്കിയതാരാന്നറിയോ? ഞാൻ. അച്ഛന് നന്നായിട്ട് അറിയാലോ അത്. ഇതെല്ലാം ഉണ്ടാക്കിയതാരാണ്? ഞാൻ. അടുത്ത വാക്ക് കേൾക്കണോ? അപ്പന് 5 പിള്ളേരുണ്ട്, 5 എണ്ണം ഉണ്ട് അച്ഛാ. അത് ഞാൻ. കറക്റ്റ്. അതും ആരാണ്? ഞാൻ.
അതുകൊണ്ട് ചില അപ്പന്മാരുടെ പ്രാർത്ഥന കേട്ടോ, സ്വർഗസ്വനായ എൻ്റെ പിതാവേ, എൻ്റെ നാമം, എൻ്റെ രാജ്യം, എൻ്റെ ഉണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എന്നാ മക്കളെ, ഇത് ദൈവം തന്നതാണ്. ഇത് ദൈവം തന്നതാണ്. പണ്ടൊക്കെ എങ്ങനെയാ? പണ്ടൊരു വീട്ടിൽ എത്ര മക്കളാ ആൻറ്റി? എത്ര മക്കളാ അമ്മച്ചി? എത്ര അച്ചായ? അച്ചായനോട് ചോദിക്കാം. 12 പേര്. അമ്മയുടെ കാര്യം പറ. 12ാമനാ കണ്ടോ? നമുക്കോ അവിടെ പോയി കൃപ. ഞങ്ങളുടെ ഇടുക്കി രൂപതയുടെ മുൻ ബിഷപ്പ്, ആ അമ്മച്ചി എന്നെ ഒരുപാട് സൗഖ്യപ്പെടുത്തിയ അമ്മയാണ്. അമ്മ 16 പ്രസവിച്ചത്. എത്ര പ്രസവിച്ച്? 16. 6 അച്ഛന്മാർ. 6 അച്ഛന്മാർ, 4 സിസ്റ്റേഴ്സ്. 6 അച്ഛന്മാർ, 4 സിസ്റ്റേഴ്സ്. ഇനി പ്രത്യേകത എന്നറിയോ? അമ്മച്ചിയുടെ ഏറ്റവും ഇളയ മകൻ സാവിയോ ഈ ശ്വാസകോശം ചുരുങ്ങിപ്പോയി പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ. എന്നിട്ട് ഇവിടം തുളച്ച് 17 വർഷം ഓക്സിജൻ കൊടുത്തു. 17 വർഷം ഒരു ഹോസ്പിറ്റലാണ് 17 വർഷം കിടന്നത്. ഒന്ന് ഓർത്തു നോക്കി. ആ മുറി വീടാക്കി. ആ മുറി ഞാൻ കുട്ടികളെ ധ്യാനിപ്പിക്കുന്നതാണ്. ഇപ്പം എനിക്ക് 53 വയസ്സുണ്ട്. 15 വയസ്സിൽ തുടങ്ങിയതാണ് ഈ സുവിശേഷം. ഞാൻ അന്ന് എല്ലാ ആഴ്ചയിലും പോകും സാവിയുടെ അടുത്ത്. ഞാൻ പോകുന്നതെന്നറിയോ? ഞാൻ ചെല്ലുമ്പോൾ ഈ അമ്മച്ചി ഇങ്ങനെ ഇരിപ്പുകയാണ്. അതിൻ്റെ കയ്യിലൊരു കൊന്ത കാണും. ഞാൻ ഈ അമ്മച്ചിയെ അത്ഭുതത്തോടെ നോക്കും. എന്നെ മിടിക്കുകയെന്നറിയും, എന്നെ സുന്ദരിയാണെന്നറിയും. ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കും. എന്നെ അത്ഭുതപ്പെടുത്തിയെന്നറിയോ? ഒരിക്കലും ഈ അമ്മ പ്രാർത്ഥിക്കണമെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. എൻ്റെ കുഞ്ഞ് സുഖപ്പെടണമെന്ന് ഈ അമ്മ പറഞ്ഞിട്ടില്ല. ഞാൻ കുറേ ഈ സാവിയുടെ മുഖത്തേക്ക് നോക്കണം. സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ ഇരിക്കും. അമ്മ എനിക്ക് ചായയൊക്കെ എടുത്തിട്ട് എന്നോട് ചോദിക്കും, സുനിലിന് സുഖമാണോ? ഞാൻ പറയാതെ, എനിക്ക് അമ്മയ്ക്ക് സുഖമാണ്. പിന്നെ അമ്മച്ചിക്ക് സുഖമാണ്. 17 വർഷം ആ തലയ്ക്കൽ ആ മകൻ്റെ കാൽക്കലിരുന്നു. ഓർത്തു നോക്കി. ഒരു അമ്മയുടെ വയറ്റിൽ 6 അച്ഛന്മാർ, 4 സിസ്റ്റേഴ്സ്. ആ അമ്മയാണ് 17 വർഷം ഒരു മകന് കാവലിരുന്ന് ജീവന് വേണ്ടിയിട്ട്. എന്തുകൊണ്ടെന്നൊരു വാക്ക് ആ അമ്മ പറഞ്ഞിട്ട് ചോദിച്ചിട്ടില്ല. ഞാനത് അപ്പോഴും ആ അമ്മയുടെ ഉള്ളിലെ നിറവുകയാണ്. എന്നോട് ചോദിക്കും, ഇനി എന്നാ വരുന്നത്? ഞാൻ ഈ അമ്മയെ കണ്ടിറങ്ങുമ്പം നമ്മുടെ എൻജിൻ ശക്തിപ്പെടുകയാണ്. സത്യമാണ്. പണ്ടൊക്കെ അങ്ങനെയാണ്. 10ഉം 16ഉം മക്കൾ. മൂത്തതാണാണെങ്കിൽ നേർച്ചക്കോഴി ആർക്കുള്ളതാണ്? പള്ളിക്കുള്ളതാണ്. പെണ്ണാണ് അതും പള്ളിക്കുള്ളതാണ്. 2 എണ്ണം പള്ളിക്ക്. പണ്ടൊക്കെ അങ്ങനെയാണ്. സത്യത്തിൽ സംഭവിച്ചത് എവിടെയാണെന്നറിയാവോ? അന്നൊക്കെ മക്കളെ വളർത്തുമല്ല, വളരുവാണ്. അപ്പോൾ കഷ്ടപ്പാടുണ്ട്, ദുരിതമുണ്ട്, വേദനയുണ്ട്. സത്യമല്ലേ? സത്യമാണ്. കൂട്ടായ്മയുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ കൂട്ടുകാരന് 9 മക്കളുണ്ട്. എൻ്റെ കൂട്ടുകാരൻ 41 വയസ്സുണ്ട്. 150ഓളം മാനസികരോളം നോക്കുന്നുണ്ട് രാമപുരത്ത്. ഞാനും ആ കൂടെയുള്ളതാണ്. 9 മക്കൾ. 9 എണ്ണത്തിനെയും കൊണ്ട് പള്ളിയിൽ വരും. എന്നെ രസമാണെന്നറിയോ? ഇങ്ങനെ നിൽക്കും 9 എണ്ണം. 9 കയ്യിലായിരിക്കും. ഇപ്പം 2 എണ്ണം ഇല്ല. മൂത്തത് അച്ഛനാകാൻ പോയി. ഒരെണ്ണം CMC കോൺവെൻറ്റിലും പോയി. 2 എണ്ണം പോയി. അവന് ഭയങ്കര സങ്കടമാണ് അവർ പോയത്. കാരണം 9 എണ്ണത്തിനെയും കൊണ്ട് വരും. എന്നെ രസമാണെന്നറിയോ? ഇനി എന്താ പറ്റിയെന്നറിയോ? പള്ളിയിൽ നിന്ന് കുർബാനയ്ക്ക് ഒരാളെന്ന് ചലിച്ചാൽ മതി, അവനൊരു ഞുള്ളു കൊടുക്കും. പിന്നെ കുർബാന തീരുന്നോടം വരെ. അതേ സമയത്ത് 1ഉം 2ഉമായിട്ട് ഓരോന്ന് വരും. വരുമ്പം തന്നെ ഒരുത്തന കഴിഞ്ഞ ദിവസം കണ്ടാണ്ട് ഓടി അൾത്താരയിലേക്കാണ് കയറുന്നത്. അച്ഛൻ്റെ ലോഹ പിടിച്ചു വലിക്കുന്നു. കപ്പ്യാരുടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമുണ്ട്. ശരിക്കും ഈ ബിനോയ് എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് സൗഖ്യമാണ്. ഈ 9 മക്കളെയും കൊണ്ട് വരുമ്പോൾ, അവനാ കുഞ്ഞുങ്ങളെ പോറ്റുന്നത് കാണുമ്പോൾ, അവനാ കുഞ്ഞുങ്ങളുടെ കൂടെ നടക്കുന്നത് കാണുമ്പം ആരുടെയും കണ്ണു നിറയും. ഇതാണ് ദൈവസാന്നിധ്യം എന്ന് പറയുന്നത്. ഇതാണ് ദൈവസാന്നിധ്യം എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. അങ്ങനെ ഒരു എനിക്കുമില്ല, നമുക്കുമില്ല പ്രിയപ്പെട്ടവർ. ഉണ്ടോ? വചനം പറയാം, നീ ഉരുവാക്കപ്പെടുന്നതിന് മുമ്പ്. അതുകൊണ്ട് ഓർക്കണം, എന്ത് കിട്ടുമ്പോഴും ദൈവം തന്നാണ്. പണ്ടൊക്കെ ഓർത്ത് നോക്കിക്കേ, അമ്മമാർ മുട്ട അടവെക്കും. 10 മുട്ട വെച്ചാൽ 2 എണ്ണത്തെ കുരിശിടും. കൊച്ചു ചോദിക്കും, അമ്മ കുരിശിട്ട മുട്ട. അമ്മ പറയും, മക്കളെ ഇത് ദൈവത്തിനുള്ളതാണ്. കുഞ്ഞിൻ്റെ ഉള്ളിൽ ഈ അമ്മ കോരിയിട്ടത് വിശ്വാസത്തിൻ്റെ വിത്താണ്. എന്ത് കിട്ടുമ്പോഴും ദൈവത്തിന് കൊടുക്കണ്ടോ? അതിൻ്റെ പേര് നേർച്ചക്കോഴി എന്നാണ്. നേർച്ചക്കോഴി. ഞായറാഴ്ച പള്ളി വരുമ്പോൾ അപ്പൻ്റെ കയ്യിൽ എന്തുണ്ട്?
നേർച്ച കോഴിയുണ്ട്. ഇന്ന് കോഴി വല്ലതും ഉണ്ടോ? കോഴി കൊടുക്കണ്ട. സത്യം. ഞാൻ ഇടുക്കിക്കാരനാണ്. അപ്പൻ തെങ്ങയിൽ കെട്ടിവെക്കും, പള്ളിയുടെ തെങ്ങ്. ആ തെങ്ങയിലെ കായ എടുക്കില്ല പ്രിയപ്പെട്ടു പോരി. അത് അപ്പൻ പിന്നെ കരുണാരൻ ചേട്ടനാണ് തേങ്ങ ഇടുന്നത്. ആ മനുഷ്യൻ കയറെ കെട്ടി ഇറക്കും. ആ മനുഷ്യനും അത് ഭയങ്കര വിശുദ്ധിയോടെയാണ് ചെയ്യുന്നത്. പള്ളിക്കുള്ളതെന്നാണ് പറയുന്നത്, ദൈവത്തിനുള്ളതാണ്. ഞായറാഴ്ച വരുമ്പോൾ അപ്പൻ അത് ചുവന്നു കൊണ്ടുവന്ന് പള്ളിയിൽ കൊണ്ടുവന്ന് വെക്കും. ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ ഫുട്ബോൾ രാജാവാണ് മെസ്സി. ഫുട്ബോൾ കളിക്കാൻ, ഫുട്ബോൾ കാണാറുണ്ട? ഇല്ല. ഈ മെസ്സിനെ വിളിക്കുന്നത് ഫുട്ബോൾ ദൈവം എന്നാണ്. പക്ഷെ ഞാൻ ആ മനുഷ്യനെ ശ്രദ്ധിക്കാറുണ്ട്. ഇങ്ങേര് ഗോൾ അടിച്ച് കഴിയുമ്പം ഇങ്ങനെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. കണ്ടോ? എന്നിട്ട് അടുത്തത് എന്ത് ചെയ്യുമെന്നറിയോ? പിതാവിനും പുത്രനും വെക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഈ ഗോൾ അടിക്കുമ്പോൾ ഈ മെസ്സി പറയുന്നത് എന്താണെന്നറിയോ? ഞാനല്ല അടിച്ചത്, ദൈവത്തിൻ്റെ കാലാണ്, കണ്ടു, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. എന്നിട്ട് ആ മനുഷ്യൻ അതിനെ എന്ത് ചെയ്യാണ്? സ്ഥിരീകരിക്കുക. അതുകൊണ്ട് ഇന്നു മുതൽ എന്തു കൊടുക്കുമ്പോഴും കുഞ്ഞിനോട് പറയണം, മോനെ ഇത് ആര് തന്നാടാ? ദൈവം തന്നതാണ്. ഇനി അബ്രാഹവും മകനോട് പറഞ്ഞത് എന്താ? മകൻ പറഞ്ഞു, വിറകും തീയുണ്ട്, ബലിവസ്തു എവിടെ? എന്തു പറഞ്ഞു? ദൈവം തരും. നിങ്ങൾ അങ്ങനെയൊന്ന് പറഞ്ഞ് ദൈവം തരും. നിങ്ങൾ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് മക്കളെ. എന്ത് കിട്ടുമ്പോഴും മോനെ ദൈവം തരും. എനിക്ക് 2 പെൺമക്കളാണ്. ഞാൻ പറയും, മോനെ ദൈവം തരൂടാ, ദൈവം തരും. അപ്പം മൂത്തവൾ ആദ്യം ചിരിക്കുമായിരുന്നു. അവൾക്കറിയാം കിട്ടാൻ വഴിയൊന്നും ഇല്ല. പക്ഷെ ഇപ്പം അവളും പറയും, അപ്പാ ആര് തരും? ദൈവം തരും. ആ വാക്ക് കേൾക്കുമ്പോൾ അപ്പനും ഭയങ്കര സന്തോഷമാണ്. ആര് തരും? ദൈവം തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയട്ടെ, മക്കളൊന്നും നമ്മുടേതല്ല, ദൈവത്തിൻ്റെ. അപ്പം ഞാൻ എവിടെ നിന്നാണ് വന്നത്? ഇനി സങ്കീർത്തനം 139 13 വായിച്ച്. ഇപ്പോൾ വായിച്ചത് 16 13 വായിച്ച്. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞെടുത്തു. അമ്മയുടെ ഉദരത്തിൽ ദൈവം എന്ത് ചെയ്തു? മെനഞ്ഞെടുത്തു. എന്താ ചായ മെനഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ? സൃഷ്ടിക്കുക ആണോ? അല്ല. മെനഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് രൂപപ്പെടുത്തുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? മെനയുക എന്ന് പറയുന്നത്. ഉണ്ടാക്കുന്നതും മെനയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ശ്രദ്ധിച്ചേ, ഈ മൈക്രോഫോൺ ഇത് ഉണ്ടാക്കിയതാണോ ഇത് മെനഞ്ഞതാണോ? ഇത് ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയതിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയോ? ഇതേ കമ്പനിയുടെ 10 മൈക്രോഫോൺ എടുത്ത് ഇങ്ങനെ നിരത്തി വെക്കണം. 10 എങ്ങനെ ഇരിക്കും? ഒരുപോലെ ഇരിക്കും. അതേ സമയത്ത് അമ്മമാരൊക്കെ ശർക്കരയും തേങ്ങയൊക്കെ കുഴച്ച് ചൂടുവെള്ളത്തിൽ അരിപ്പൊടി കുഴച്ച് കൈ കൊണ്ട് ഉരുട്ടി കൊഴുക്കൊട്ട ഉണ്ടാക്കും. കൊഴുക്കൊട്ട ഇനി ഉണ്ടാക്കുമ്പോൾ ഒരു 10 എടുത്ത് നിരത്തി വെക്കണം. 10 എങ്ങനെ ഇരിക്കും? 10 ഷേപ്പായിരിക്കും. ചോദിക്കട്ടെ, അപ്പച്ചനെ പോലെ ഒരാളെ അപ്പച്ചൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. കറക്റ്റാണ്, ഇല്ല. എന്താ കാരണം? മെനഞ്ഞെടുത്തു. അമ്മയുടെ ഉദരത്തിൽ ദൈവം മെനഞ്ഞെടുത്തു. ഇതിന് പറയുന്നവരാണ് അനന്യത എന്ന് പറയും. അനന്യനാണ്. സുനിലിനെ പോലെ ഒരാൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടുണ്ടാകത്തുമില്ല. അപ്പം ദൈവം അമ്മയുടെ ഉദരത്തിൽ മെനഞ്ഞെടുത്തെന്ന് പറയുമ്പോൾ പേരെന്താണ്? ലൈജു. ആരാണ് ദൈവം? ദൈവത്തെ എന്തെന്ന് വിളിക്കണമെന്ന്? അപ്പൻ. കറക്റ്റ്. അപ്പനാണ് ദൈവം. എന്താണ് അപ്പൻ പറഞ്ഞത്? സുനിലെ, അമ്മയുടെ ഉദരത്തിൽ നിന്നെ ഞാൻ മെനഞ്ഞെടുത്തടാ. നീ അനന്യനാണ്, നിന്നെപ്പോലെ വേറൊരാൾ. എൻ്റെ കഥ പറയാം. ഞങ്ങൾ പാലാക്കാരായിരുന്നു. പാലായിൽ നിന്ന് ഹൈ റേഞ്ചിന് ഞാൻ പറഞ്ഞ കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ പറഞ്ഞാണ് കുടിയേറുക എന്ന് പറഞ്ഞാൽ അറിയാവോ? എന്താ? ഇവിടെ നിന്നെല്ലാം വിറ്റ് അങ്ങോട്ട് പോവുക. അല്ല. കുടിയേറുക എന്ന് പറഞ്ഞാൽ പാലായി കുടി കൂടി അങ്ങനെ എൻ്റെ വെല്ലുപ്പനായിട്ട് ഹൈ റേഞ്ചിൽ. എൻ്റെ അപ്പൻ അവിടുന്ന് പിന്നെ പോയി കട്ടപ്പന. ഞങ്ങളുടെ തറവാടെന്ന് പറഞ്ഞാൽ ഒരു 50 ഏക്കർ ഏലത്തോട്ടം, കുരുമുളക് തോട്ടം വേറെ. അപ്പൻ്റെ പെങ്ങൾ അന്നത്തെ കാലത്ത് അമേരിക്കയിൽ. ഇവരുടെയൊക്കെ കൊച്ചുമക്കൾ ഈ തറവാട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ അപ്പൻ എന്നെ ചെയ്തു. അപ്പൻ്റെ 10 വയസ്സിൽ എൻ്റെ ദാരിദ്ര്യം കൂടപ്പുറപ്പം. അവിടെ പള്ളിയില്ല, പള്ളിക്കൂടമില്ല. അപ്പോൾ അപ്പൻ എന്നെ ചെയ്തു, എന്നെ കൊണ്ട് തറവാട്ടി വിട്ടു. ഞങ്ങളുടെ വെല്ലുമ്മയാണ് ഈ കൊച്ചുമക്കളെയൊക്കെ ചാർജ്. ഞങ്ങളുടെ വെല്ലുമ്മ എന്ന് പറഞ്ഞാൽ പാലാക്കാരിയാണ്. ഒരു 25 എണ്ണത്തിന് ഒരുപോലെ വളർത്തും. ആ സൈസ് വെല്ലുമ്മയാണ്.
വല്യമ്മയ്ക്കൊരു കുഴപ്പമുണ്ട്, കുറ്റമല്ല, മരിച്ചു പോയി കേട്ടാ. വല്യമ്മയുടെ പ്രശ്നം എന്താണെന്നറിയോ? വല്യമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മക്കൾ ഏതാണെന്നറിയോ? അമേരിക്കയുള്ള മക്കൾ നിറവും കളറും ഇങ്ങനെ ഗ്രേഡ് അനുസരിച്ചാണ്. വീട്ടിലാരെങ്കിലും വന്ന കൊച്ചുമക്കൾ ഞങ്ങൾ 8-9 ഉണ്ട്, എല്ലാം ഓടി വരും. അപ്പോൾ വന്നേക്കുന്ന ആൾ ചോദിക്കും, ഈ പിള്ളേരേതാ? വല്യമ്മ ആദ്യം പരിചയപ്പെടുത്തുന്ന അമേരിക്കക്കാരത്തിൻ്റെ മകളെയാണ്. പിന്നെ ഇങ്ങനെ ഗ്രേഡ് അനുസരിച്ച് എന്നെ പരിചയപ്പെടുത്താറില്ല. ഇതിലേറ്റവും പൊക്കമുള്ളത് എനിക്കാണ്. അതുകൊണ്ട് വന്നേക്കുന്ന ആൾ ചോദിക്കും, ആ പയ്യൻ ഏതാ? വല്യമ്മ പറയുന്ന വാക്കുണ്ട്, ഒരു പൊട്ടനാണ്. എൻ്റെ നിപ്പ് കണ്ടാലും അറിയും ഒരു പൊട്ടനാണ്. കാരണം ഈ ഏപ്രിൽ അപ്പം വന്ന അടുത്ത ഏപ്രിലേ വരുമ്പോഴാണ് എനിക്ക് നിക്കറും ഷർട്ടും. റെഡിമെയ്ഡൊന്നുമില്ല. വെള്ളത്തൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, പണ്ടത്തെ നെക്സലൈറ്റ് സ്റ്റീഫൻ്റെ നാട്. അവിടെ വന്നിട്ടാണ് അപ്പം തുണി എടുക്കുന്നത്. എന്നാൽ എന്നെയും കൂടെ കൊണ്ടുപോയി അളവെടുത്ത്, അതൊന്നും അതിനറിയത്തില്ല. ഒരു വർഷത്തെ എൻ്റെ കോട്ട 2 നിക്കറും 2 ഷർട്ടുമാണ്. അപ്പം തുണിക്കടയിൽ കയറിയിട്ട് പറയും 2 ഷർട്ടിനുള്ള തുണി തരാൻ പറയും. എന്നാൽ 2 കളറ് 2 പീസ് എടുക്കണ്ട, അത് ചെയ്യത്തില്ല. നീലയാണ് ഒരൊറ്റ പീസാണ് 2 ഷർട്ടിനുള്ള തുണി. 2 നിക്കറെന്ന് പറഞ്ഞാൽ കറുപ്പും ചുമലും 2 പീസ്, അത് ചെയ്യത്തില്ല. കറുത്തതാണ്, അതൊരു ഒറ്റ പീസാണ് 2 നിക്കറിനുള്ള തുണി. എന്നാൽ എന്നെയും കൂടെ തയ്യക്കടയിൽ കൊണ്ട് അളവെടുത്ത് തയ്പ്പിച്ചേണ്ട, അത് ചെയ്യത്തില്ല. അപ്പൻ്റെ അനിയൻ്റെ കൊടുത്തേച്ച് പറയും അത് അവന് തയ്പ്പിച്ച് കൊടുത്തേക്കാൻ. അങ്ങേരെ എന്നെ ഒരു സ്ഥലത്തും കൊണ്ടുപോകാറില്ല. അങ്ങേർക്കറിയത്തില്ല ഇത് 2 ഷർട്ടാണോ 1 ഷർട്ടാണോ. അങ്ങേര് 2 ഷർട്ടിനുള്ള തുണി തയ്യക്കടയിൽ കൊണ്ടുപോയി കൊടുത്തേച്ച് പറയും ഇത് വെച്ച് ഒരു ഷർട്ട് അങ്ങോട്ട് തയ്ച്ചേക്കാൻ. ആ ഷർട്ടിട്ടാൽ പിന്നെ നിക്കറിടേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്നെ നോക്കുന്ന ആൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും സാരമായ എന്തോ കംപ്ലൈൻറ്റ് എനിക്ക് ഉണ്ട്. സ്കൂളിൽ കൊണ്ട് ചേർത്തത് അപ്പൻ്റെ അനിയൻ. ചുമ്മാ പ്രൈവറ്റ് സ്കൂളാണ്, പേര് പറഞ്ഞു കൊടുത്താൽ മതി. അങ്ങേര് ആദ്യം പറഞ്ഞു കൊടുത്തത് ഈ അമേരിക്കക്കാരത്തിയുടെ മകളുടെ പേരാണ് അങ്ങേര്. പിന്നെ ഇങ്ങനെ ഗ്രേഡ് അനുസരിച്ച് എൻ്റെ പേര് പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞ് ഐക്യു അല്പം കുറവാന്ന് പറഞ്ഞു. എൻ്റെ നിപ്പ് കണ്ടതേ അവർക്ക് മനസ്സിലായി, ഐക്യു അല്ല മൊത്തത്തിൽ അല്പം കുറവാണ്. അതുകൊണ്ട് 6ാം ക്ലാസ് വരെ വലിയ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആരും എന്നെ ഭാരപ്പെടുത്തിയിട്ടില്ല. ഏറ്റവും ബാക്കിലാണ് എൻ്റെ സീറ്റ്. എൻ്റെ ഡ്യൂട്ടി എന്നാണെന്നറിയോ? ഞങ്ങളുടെ സ്കൂളിൽ പിയൂണില്ല, പിയൂണിൻ്റെ ഡ്യൂട്ടി എൻ്റെ ഡ്യൂട്ടി. ടീച്ചേഴ്സിന് ചായ മേടിക്കുക, മിറ്റം അടിച്ചിടുക, ബെഞ്ച് പിടിച്ചിടുക. ഇടുക്കിയിലെ മഴയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മഴ പോലെയല്ല, പെയ്താൽ തോരത്തില്ല. എനിക്ക് മാത്രം കുടയില്ല. ഞാൻ ഈ പിള്ളേരുടെ കൂടെ കയറും സ്കൂളിലേക്ക്. ഒരുപാട് ദൂരമുണ്ട്, മലയാണ്. സ്കൂളിൽ ചെല്ലുമ്പോഴത്തേന് ഈ കോഴി വെള്ളത്തിൽ വീണുകൊണ്ടിരിക്കും നനഞ്ഞ് കൊടുത്തിട്ട്. ടീച്ചർ ഓർക്കണേ ഞാൻ കളിച്ചിട്ടാണ് വരുന്നത്. എന്നെ ഇറക്കി പരാന്തിയെ നിർത്തും. പോകുന്ന ടീച്ചേഴ്സൊക്കെ ചോദിക്കും ഇതെന്നാ കോലവാടാ, ഇതെന്നാ കോലവാ. കുറേ കഴിയുമ്പോൾ ഞാനും ഓർക്കും ഇതെന്നാ കോലവാ. വീട്ടിൽ വന്നാലോ 50 ഏക്കറാണ് റബ്ബറും കശുമാവും. 50 ഏക്കറുണ്ട്, 30 പണിക്കാരുണ്ട് ഇത് പെറുക്കാനൊക്കെ. ഈ ജൂൺ ജൂലൈ ആകുമ്പത്തിന് ഇതിങ്ങനെ പൊഴിഞ്ഞു വീഴും കശുവിനുണ്ട്. എന്നാലും വല്യമ്മ എന്നെ മാത്രം വിളിക്കും. ബാക്കിയൊക്കെ വിലപ്പെട്ടവരുടെ വിലപ്പെട്ട മക്കളാണ്. എന്നെ വിളിച്ചിട്ടൊരു ബക്കറ്റ് എടുത്തിട്ട് തന്നിട്ട് പറയും നിറയെ പെറുക്കിക്കൊണ്ട് വന്നിട്ട് ഭക്ഷണം തരാം. ബാക്കിയൊക്കെ വിലപ്പെട്ടവർ, അവരെ ആരെയും പിടിയല്ല. ഞാൻ സന്ധ്യ വരെ പെറുക്കിയാലൊന്നും തീരിയല്ല, അതുപോലെ വീണ് കിടക്കുകയാണ്. പെറുക്കിക്കൊണ്ട് വരുമ്പോഴോ ചെറുപ്പത്തിൽ ഡൈനിങ് ടേബിളിൽ വെച്ച് ഭക്ഷണം തരികയില്ല. പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമുണ്ട്, ചാർത്തെന്നൊക്കെ പറയും. അവിടെ കൊണ്ട് കൊരണ്ടിയിട്ടിട്ട് നിലത്തിരുത്തും. ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ നല്ല ഭക്ഷണം ചെറുപ്പത്തിൽ കഴിച്ചിട്ടില്ല. ഈ പണിക്കാർക്ക് കൊടുക്കുന്നതിന് മിച്ചം കിടപ്പ് കാണും. അതിങ്ങനെ ഒരുപാടുണ്ട് പ്രിയപ്പെട്ടവർ. അത് കോരിത്തരും. അത് വയറ് നിറ തരത്തില്ല. തന്നാൽ ഞാനിത് പറിക്കുകയില്ല. 9 മണി വരെ ഇരുത്തി എന്നെക്കൊണ്ട് ഇത് പറിപ്പിക്കും. 9 മണിയാകുമ്പോഴോ കിടക്കാൻ പാടില്ല, കട്ടിലേ ഇരിക്കാൻ പാടില്ല, മുറിയിലൊന്നും അങ്ങനെ കയറാൻ പാടില്ല. എനിക്ക് മാത്രം പാ ചുരുട്ടി കട്ടിലിൻ്റെ കീഴെ വെച്ചിട്ടുണ്ട്. ഞാനത് വിരിച്ചിട്ട് കിടക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, 2ാം ക്ലാസ്സിൽ 2 രൂപയാണ് പരീക്ഷ ഫീസ്. ആ സ്കൂളിൽ ആ ക്ലാസ്സിൽ പരീക്ഷ എഴുതാത്ത ഏക വ്യക്തി ഞാനാണ്. എന്നോട് ടീച്ചർ പറഞ്ഞ് ഇറങ്ങിപ്പോക്കോളാൻ. എന്നാൽ അവർ ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ്? അങ്ങനെ ചോദിക്കാനുള്ള വില എനിക്കില്ല. അപ്പൻ്റെ പെങ്ങടെ മോളാണ്. ആ പെണ്ണിപ്പോൾ അമേരിക്കയിലാണ്. അവൾ ഞാൻ ഒരു പ്രായം ഒരു ക്ലാസ്സിലാണ്. അവൾ വീട്ടിൽ ചെന്നപ്പം വല്യമ്മയോട് പറഞ്ഞു, എന്നെ സുനി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്, സുനിയെ പരീക്ഷ എഴുതിച്ചില്ല. ഇപ്പോൾ വല്യമ്മ പറഞ്ഞ് അവൻ IPS IAS ഒന്നും ആകാൻ പോകുന്നില്ല. എന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിക്കണ്ടേ? അതുകൊണ്ട് എല്ലാവരും 3 കയറിയപ്പോൾ ഞാൻ 2 തന്നെ ഇരുന്നു. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയോ? 10ാം ക്ലാസ് വരെ പഠിക്കാനേ എനിക്ക് പറ്റിയുള്ളൂ. 10 വെച്ച് പഠിത്തവും നിർത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ധ്യാനം കൂടുന്നത്. ആ ധ്യാനത്തിൽ വെച്ച് ഞാൻ അന്ന് കേട്ടു, സുനിലേ നീ ജോണിൻ്റെ മകനല്ല. എൻ്റെ അപ്പൻ്റെ പേര് ജോൺ എന്നാണ്. നീ ജോണിൻ്റെ മകനല്ല, നീ എൻ്റെ മകനാണ്. അന്നാണ് ഞാൻ ദൈവത്തെ അപ്പാന്ന് വിളിച്ചത്. നിങ്ങൾക്കറിയണോ, ഞാൻ കുമ്പസാരത്തിന് പോയപ്പോൾ പൊട്ടിക്കരഞ്ഞു. അച്ഛൻ എന്നെ കുമ്പസാര കൂട്ടിയിരുന്നു. മോനെന്തിനാണ് കരയുന്നത്? ഞാൻ പൊട്ടിക്കരഞ്ഞു. വേറൊന്നുമായിട്ടില്ല, എനിക്കിതങ്ങോട്ട് ഒരു ഭയങ്കര ഫീലിങ്. ഞാൻ ചാപ്പിൽ കുമ്പസാരം കഴിഞ്ഞ് ചാപ്പിൽ പോയി ഉറങ്ങിപ്പോയിട്ട് 2 മണിക്കൂർ അവിടെ നിന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിയെന്ന് പറഞ്ഞാൽ ചുമ്മാ ഉറക്കമല്ലത്, എൻ്റെ ഉള്ളിലെ ആശ്വാസമായിരുന്നു പ്രിയപ്പെട്ടവരെ. അന്ന് ഞാൻ ദൈവത്തെ അപ്പാന്ന് വിളിച്ചു. അന്നാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അപ്പൻ ജോണല്ല,
അതിപ്പിനി ഇന്ന് വരെ ഞാൻ എൻ്റെ അപ്പൻ എൻ്റെ തമ്പുരാനാണ്. എന്നിട്ടോ സ്വർഗത്തിലെ അപ്പം പറഞ്ഞു, മോനെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ ഞാൻ മെനഞ്ഞെടുത്തടാ, നീ പൊട്ടനല്ല, നിനക്ക് തന്നിരിക്കുന്നൊന്നും ഞാൻ മറ്റാൾക്കും കൊടുത്തിട്ടില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? യേശുദാസ് പാടുന്ന പോലെ ഒന്ന് പാടണമെന്നായിരുന്നു. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. 6ാം ക്ലാസ്സിൽ വെച്ച് ബയോളജി പഠിപ്പിക്കാൻ ഒരു ടീച്ചർ ആദ്യമായിട്ട് എൻ്റെ ക്ലാസ്സിൽ വന്നു. പഠിപ്പിച്ചിട്ടിങ്ങനെ പരിചയപ്പെടാൻ വരിക. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചറേ ഞാനൊന്ന് പാടിക്കോട്ടെ. ടീച്ചർ കൊടുത്ത സ്കൂളിലെ ആസ്ഥാന ഗായകനമല്ലോ ആയിരിക്കും. ടീച്ചർ പറഞ്ഞു പാടാൻ. കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു നിർത്താൻ. എന്നെ പറഞ്ഞു പാറയിലിട്ട് ചരട്ട ഉറക്കുന്നില്ല, അവിടെ ഇടുമെന്ന് പറഞ്ഞു. അതിപ്പിന്നെ ഞാൻ അധികം വാ തുറക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരന്മാരെനിക്ക് കിട്ടുന്ന പേരെന്നറിയോ? വികാരമില്ലാത്ത ജീവി എന്നായിരുന്നു. പക്ഷെ ധ്യാനം കൂടിയപ്പോഴോ എൻ്റെ സ്വർഗത്തിലെ അപ്പം പറഞ്ഞു, മോനെ നിനക്ക് തന്നേക്കുന്ന സ്വരം ഈ ലോകത്തിൽ ഞാൻ മറ്റാൾക്കും കൊടുത്തിട്ടില്ലടാ. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ പാടുന്ന പോലെ യേശുദാസിന് പാടാൻ പറ്റുമോ? അയാളുടെ ജന്മത്തിൽ കിടക്കുകയല്ല ഞാൻ പാടുന്ന പോലെ പാടാൻ. അപ്പം പിന്നെ അയാൾ പാടുന്ന പോലെ പാടേണ്ട കാര്യം എനിക്കുണ്ടോ? ഇല്ല. എൻ്റെ സ്വരം നല്ലതാണ് പ്രിയപ്പെട്ടവർ. എൻ്റെ പ്രസംഗം ആരോ യൂട്യൂബിലിട്ട് ഓടണം. യൂട്യൂബിലിട്ട് 5 ലക്ഷം പേര് കണ്ട്. 5 ലക്ഷം പേര് കണ്ട്. 2 പിതാക്കന്മാരെന്നെ വിളിച്ച് 5 ലക്ഷം പേര് കണ്ട്. ഒരാൾ എനിക്ക് വിട്ടു തന്നു. ഞാൻ രാവിലെ നോക്കിയപ്പം ചങ്ങനാശ്ശേരി രൂപതയിലെ ഒരച്ഛൻ, പോളച്ചൻ, ഇപ്പോൾ തിരുവനന്തപുരത്ത് കോളേജിൽ വർക്ക് ചെയ്യുന്നു, രാജസ്ഥാനിൽ നിന്ന് തന്നെ വിളിച്ച്. അച്ഛൻ രാവിലെ ഏറ്റിട്ട് അച്ഛൻ തലേദിവസം പ്രാർത്ഥിച്ചിട്ട് കിടന്നു. ഈ ഭാഷ ഒരു ഇടവക ധ്യാനം നടത്താൻ ഒരാളെ, പോളച്ചൻ, വീട്ടുപേര് ഞാൻ മറന്നുപോയി, ഒരാളെ കിട്ടണമെന്ന്. അച്ഛൻ രാവിലെ എടുത്ത് ഫേസ്ബുക്ക് നോക്കിയപ്പം ആ ടോക്കാണ്. അന്നേരം വിളിച്ചെന്നെ. ഞാൻ പോയി ധ്യാനം നടത്തി കൊടുത്തു. ഞാനിത് പറഞ്ഞതെന്നറിയോ? അന്നാണ് എനിക്ക് മനസ്സിലായത് എന്നെപ്പോലെ വേറെ ആളില്ല. അല്ലോ എനിക്ക് തന്നിരിക്കുന്നൊന്നും മറ്റാൾക്കും കൊടുത്തിട്ടില്ല. അപ്പം അന്ന് എനിക്ക് മനസ്സിലായി 10 വരെ പഠിച്ചാൽ മതി, ദൈവം അതേ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നെപ്പോലെ വേറെ ആളില്ല. അപ്പോൾ എനിക്ക് നിൽക്കുന്ന പൊക്കം, എനിക്ക് നിൽക്കുന്ന കളറ്. നമ്മുടെ പ്രശ്നം എന്നറിയോ ചായ? നമ്മൾ അടുത്തിരിക്കുന്ന ആളെ നോക്കുമ്പം അവനുണ്ട്, എനിക്കില്ല. കറക്റ്റ്. പള്ളിയിൽ ചെല്ലുമ്പോൾ അടുത്ത് നിൽക്കുന്നവൾ ഇവിടം തുടങ്ങി ഇവിടം വരെ, എന്നിട്ട് ഇങ്ങനെ ഹാലോലിയ പറയുന്നു. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് പറയും, ഇത്രയും കാലമായിട്ട് എനിക്ക് ഉണ്ട്, ഇത് മതി എന്ന് തോന്നിയിട്ടുണ്ടോ? സ്വർണം മതി എന്ന് തോന്നിയിട്ടുണ്ടോ? നിവൃത്തിയില്ലാത്തതുകൊണ്ട്. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് ഇന്ന് വരെ ഇത് മതി എന്നൊരു വാക്കില്ലെന്ന്. ഞാൻ ദുബായിൽ ഒരു വലിയ ജൂവലറി, അവരുടെ എല്ലാ ഹെഡ് ഓഫീസും ദുബായിലാണ്. 39 ജൂവലറി ഉണ്ട് കേട്ടാ. 3 ദിവസത്തെ ധ്യാനമെല്ലാം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനോട് അയ്യോ ബ്രദറിനോടുള്ള കടപ്പാട് തീരിയല്ല, അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കും കടപ്പാട് തീരിയെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണം. അപ്പം ഞാനോടത്ത് ഈ നിർത്താനായിരിക്കും, കാരണം ഒരു മകനുള്ളൂ. ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നോട് പ്രാർത്ഥിക്കണം. ഞാൻ എന്തിനാണ്? മലേഷ്യയിൽ ഒരെണ്ണം തുടങ്ങാനാണ്. ഞാനെന്നൊരു ഓർത്ത് ഈ ദാരിദ്ര്യവാസിയോട് 3 ദിവസം. ഒരു മകൻ 39 ഉണ്ടായിട്ടും തൃപ്തിയില്ല. ചായ നമ്മൾ പറഞ്ഞോ ഇത്രയും സ്ഥലം മതി, ഈ സമ്പത്ത് മതി എന്ന് പറഞ്ഞോ? ആണോ? ഉണ്ട്. ആണോ? എന്തോ ബാത്റൂം ആണോ? മതി എന്ന് പറഞ്ഞ്. അപ്പം ഈ ധ്യാനം കഴിയുമ്പം മിച്ചമുള്ളത് എന്തോ ആണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം അച്ഛൻ അതാണ് കറക്റ്റ്. എന്തോ മതി. നമ്മുടെ മനസ്സ് ഇന്നത്തെ പ്രശ്നം എന്നറിയോ? മനുഷ്യന് തൃപ്തിയില്ലപ്പാ. അപ്പനെത്ര സമൃദ്ധിയായിട്ടാണ് പറയുന്നത്. എന്തോ മതി മക്കളെ. എന്തോ അതുകൊണ്ട് ഭർത്താവിനോട് പറയണം കേട്ടോ, ഈ ധ്യാനം കഴിയുമ്പോൾ ഇത്രയും സ്നേഹം. നമ്മുടെ പ്രശ്നം എന്നറിയാം, ആ മനുഷ്യനെ എത്ര സ്നേഹിച്ചാലും പറയും ബ്രദറേ. എന്തോ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു ഇത് മതി, ഭാര്യയോട് പറഞ്ഞു ഇത് മതി. സത്യമാണ്. അതുകൊണ്ട് അമ്മച്ചി ഈ ധ്യാനം കഴിഞ്ഞ് ഇന്ന് ചെല്ലുമ്പം എന്തു പറയണം? ആവശ്യമില്ലാത്ത എല്ലാം എടുത്ത് ഓരോരുത്തർക്ക് കൊടുക്കണം കേട്ടാ. സത്യമാണ് പ്രിയപ്പെട്ടവർ. ഞാനീയുടെ ഒരു സ്ഥലത്ത് പ്രസംഗിച്ച് അവൻ്റെ ഷോക്കേസിൽ 5 തേപ്പൂട്ടി ഇരിപ്പുണ്ട്. 5 എണ്ണം, 5 തേപ്പൂട്ടി. പുതിയ വീടാണ്.
അവനെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. അന്ന് രാത്രി അവൻ 4 എടുത്ത് ഓരോരുത്തർക്ക് കൊണ്ട് കൊടുത്തു. കിട്ടിയ ഒരാൾ എന്നെ വിളിച്ച്, പറ്റുമെങ്കിൽ ഈ ഭാഗത്തും കൂടെ വന്നൊന്ന്. മനുഷ്യന് തൃപ്തിയില്ലപ്പാ, തൃപ്തിയില്ല. എത്ര കിട്ടിയാലും പോരാ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പച്ചയായിട്ട് പറഞ്ഞു, നമുക്ക് പ്രസംഗിക്കാൻ പോലും വിഷമമാണ് പ്രിയപ്പെട്ടവർ, പ്രസംഗിക്കാൻ പോലും വിഷമമാണ്. കാരണം ആരും തൃപ്തരല്ല, ധ്യാനഗുരുക്കന്മാരും തൃപ്തരല്ല. ജീവിതത്തിൽ നമ്മൾ മനസ്സിലായി ഇത് മതി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ധ്യാന കേന്ദ്രത്തിൽ ചെന്നേ, അവിടെ ഒരു പെങ്കുച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കറിയാം അവളെ വിവാഹം കഴിക്കാത്ത കുട്ടിയാണ്, അപ്പനും അമ്മയും മരിച്ചാണ്. അപ്പം ഞാൻ അവൾക്ക് ഇത്തിരി പൈസ എടുത്തു കൊടുത്തു. അപ്പം അത് കൈ കൂപ്പിട്ട് എന്നെ പറയാം, സുനിച്ചേട്ടാ ഇത് മതി, എൻ്റെ കയ്യിലും ഇത് മതി, ഇവിടുന്ന് ഭക്ഷണം തരും, വസ്ത്രം ആവശ്യത്തിനുണ്ട്. ഞാൻ പുറകിൽ കരഞ്ഞു കേട്ടോ. അവൾ എന്നോട് പറയുക, എനിക്ക് ഭയങ്കര സന്തോഷത്തിലാണ്, ഇതിൽ എന്നെക്കാളും വിഷമിക്കുന്നവരല്ലേ കൊടുത്തോളാൻ. ഞാൻ ആ കുട്ടിയെ ധ്യാനിച്ചന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഓർക്കണം, ജീവിതത്തിൽ ഇന്നോളം എനിക്ക് ദൈവം തന്ന് പിന്നെ എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. നമ്മൾ ഒരിക്കലും മറ്റൊരാളെ നോക്കി താരതമ്യം ചെയ്യരുത്. ഇന്ന് പല സ്ത്രീകളും, എനിക്കറിയാം, കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ ചെന്നപ്പം ആ ചേച്ചിയുടെ മോക്ക് 28 വയസ്സായി. കറക്റ്റാണ്. അവർ പറയുന്ന ഇതാണ്, എന്നെ 24 വയസ്സ് കെട്ടിച്ചു, ഇവളുടെ കൂടെ പഠിച്ചവരെല്ലാം കെട്ടിച്ചെന്നാണ് പറയുന്നത്. ഹലോ, ഇതെന്താ പ്രശ്നമെന്നറിയോ? ഈ സ്ത്രീ ആരാന്ന് അവരെത്ര ധ്യാനം കൂടിയതെന്നറിയും. സത്യത്തിൽ അത് 28 അല്ല 30 ആയിക്കൊള്ളട്ടെ, അവരുടെ കൂട്ടുകാരിയാണോ ഈ കൊച്ച്? ഒരിക്കലും അല്ല. നിങ്ങളല്ല നിങ്ങളുടെ കുഞ്ഞ്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ താരതമ്യം ചെയ്ത് വളർത്തരുത്. നമ്മളും താരതമ്യം ചെയ്യരുത്. സുനിലാണ്, എനിക്ക് തന്നിരിക്കുന്ന ഒന്നും മറ്റാൾക്കും കൊടുത്തിട്ടില്ല. ഞാൻ 9 രാജ്യങ്ങളിൽ പോയി ഇതിനോടകം. 9 രാജ്യം. ഇച്ചിരി മുമ്പും വിളിച്ച് അയർലൻഡിൽ നിന്ന്, അടുത്തത് ഞാൻ അയർലൻഡിലാണ്. 9 രാജ്യങ്ങളിൽ. ആദ്യം പോയത് ഇസ്രായേലിൽ, പാല 20 വർഷം മുമ്പ് പാലായിൽ നിന്ന് 81 പേര്, 7 അച്ഛന്മാർ, ഒരു പിതാവ്, പള്ളിക്കപ്പറമ്പി പിതാവ്, റിട്ടയർഡാണ് പിതാവ്. അപ്പോൾ പിതാവും പോന്നു. രൂപതയിൽ നിന്ന് പോയതാണ്. എന്നെ ഫ്രീ ആയിട്ട് അവർ കൊണ്ടുപോയി. എന്തിനാണെന്നറിയോ? വൈകിട്ട് ഹോട്ടലിൽ താമസിക്കും. അപ്പോൾ ഇതുപോലെ ക്ലാസ് എടുത്ത് കൊടുക്കണം. ആദ്യം പോയത് ഈജിപ്റ്റ്, ഫറോയുടെ നാട്, സീനായി മല, അതെല്ലാം കയറി കണ്ടു. പിന്നെ ചെല്ലുന്നത് എവിടെയാണ്? ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇപ്പം കേരളത്തിൻ്റെ പകുതിയുള്ളൂ. പക്ഷേ അമേരിക്കയ്ക്ക് വലിയ രാജ്യത്തെ പേടിയാണ്. അവരാണ് കേട്ടോ ദൈവത്തിൻ്റെ സ്വന്തം ജനം. പക്ഷെ അവർക്ക് നമ്മളെ പേടിയാവില്ല, ബോംബുമായിട്ട് വരുമെന്ന്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ് ബസ്സേ വെച്ച്, സുനിലെ ഇനി ചെല്ലുന്ന ഇസ്രായേൽ, അങ്ങോട്ടേക്ക് കടത്തി വിടുമ്പം നമ്മളോട് അവർ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, മണിമണി പോലെ ഉത്തരം പറയണം കേട്ടോ. ഞാൻ ചോദിച്ചു, മലയാളത്തിൽ പറഞ്ഞാൽ മതി വച്ചാ? എടോ, മലയാളത്തിൽ പറഞ്ഞാൽ പോരാ, ഇംഗ്ലീഷിൽ പറയണം. ഈ അച്ഛൻ പറയാതിരിക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് ഞാൻ പോയിക്കൊണ്ടിരുന്നാണ് കേട്ടോ. പെട്ടെന്ന് ഞാനോർത്ത് വരണ്ടായിരുന്നു. അപ്പം എൻ്റെ സ്വർഗത്തിലെ അപ്പം പറഞ്ഞു, മോനെ നിന്നെപ്പോലെ വേറൊരു മകനില്ലടാ. കാരണം ഞാൻ അവരെ താരതമ്യം ചെയ്യരുത്. ഞാൻ സുനിലാണ്. ഇത്രയും വലിയ പള്ളി പോലെ ഇത്രയും വലിയൊരു കട്ട, ഇതിനകത്തൂടെയാണ് കടത്തി വിടുന്നത്. 4 പേര് ചെയ്യണം, 2 ആണും 2 പെണ്ണും ഉണ്ട്. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഊഴായപ്പോൾ എന്നോട് പരിഭ്രമിച്ചേക്കരുത്, ചിരിച്ചുകൊണ്ട് നിൽക്കണം. അവർ ചോദിക്കും എന്തിനാ വന്നത്, കയ്യിലെന്തോ എങ്കിലും ഉണ്ടോയെന്നറിയാനാണ്. സംശയം തോന്നി അവിടെ വെച്ച് തന്നെ ഷർട്ടും പാൻറ്റൊക്കെ അഴിക്കും. ഷർട്ടും പാൻറ്റും അഴിക്കുമെന്ന് പറഞ്ഞ് പിന്നെ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഞാൻ പോയില്ല. ഞാൻ ആണുങ്ങളുടെ ഭാഗത്തേക്ക് മാറി. അച്ഛൻ പറഞ്ഞ് കയറി ചെല്ലാൻ. ഞാനിങ്ങനെ സ്തുതിച്ചുകൊണ്ട് ചെല്ലുക. ഞാൻ നോക്കിയപ്പോൾ 2 ഓമാര് സിംഹം പോലെ നോക്കി നിൽക്കുക. ഞാൻ നോക്കി എതിലേ ചെല്ലണം. ഇങ്ങേ അറ്റത്ത് നിൽക്കുന്നതിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഒരു പച്ചപ്പ്. അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവ് തൊട്ടവനാണ്. ഞാൻ അതിലേ തന്നെ കയറി ചെന്നതേ അവൻ ക്രൂരമായിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ദയനീയമായിട്ട് അവൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. അപ്പോൾ അവനും ചിരിച്ചു കേട്ടാ. അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവ് തൊടാൻ തുടങ്ങി. ഇംഗ്ലീഷിലാണെന്നാണ് തോന്നുന്നത്. 4-5 കാച്ച് എന്നോട്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഉള്ളിൽ തമ്പുരാനോട് ചോദിച്ചു എന്നാ പറയണമെന്ന്. തമ്പുരാൻ പറഞ്ഞ് അറിയത്തില്ലെന്ന് പറയാൻ പറഞ്ഞു. അറിയത്തില്ലെന്ന് ഇംഗ്ലീഷിൽ പറയാൻ എനിക്കറിയത്തില്ല. ഞാൻ ദേ ഇങ്ങനെ കാണിച്ചു. അവനോർത്ത് ഞാൻ പൊട്ടനായിരിക്കുമെന്ന്. എന്നോട് നീ കടന്നു പോക്കോളാൻ. ഒറ്റ മിനിറ്റിൽ ഞാൻ അപ്പുറേ കടന്നു കേട്ടോ. എൻ്റെ പുറകിൽ വന്ന് പാലാ മരിയനിലെ ഒരു ഡോക്ടർ കയറി വന്നത് ഇംഗ്ലീഷിൽ 4-5 കാച്ച അവനോട് അങ്ങോട്ട്. ഞാൻ നോക്കിയപ്പോൾ ഡോക്ടറെ പാൻറ്റ് അവൻ ഉരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വേർത്ത് കുളിച്ച് വരുന്നുണ്ട്. വന്ന ഡോക്ടർ എന്നോട്, സുനിൽ ഇങ്ങോട്ട് വന്നേ, താനെങ്ങനെ അങ്ങനെ അത്രയും പെട്ടെന്ന് അങ്ങോട്ട് കടന്നു പോയത്? ഞാൻ നിങ്ങളോട് പറയട്ടെ, എവിടെ ചെല്ലുമ്പോഴും എല്ലാം ഉള്ളവൻ
നമുക്ക് അങ്ങനെയൊരു നിറവുണ്ടോ? എല്ലാം ഉണ്ട്. ഞാൻ കൊറോണയ്ക്ക് മുമ്പ് മറൈൻ ഡ്രൈവ് കൺവെൻഷൻ, മറൈൻ ഡ്രൈവ് 1 ലക്ഷം പേരെ വന്നേക്കണം. 1 ലക്ഷം അവിടെ പന്തലിട്ടിട്ട് സെക്ടർ തിരിച്ചിരിക്കുകയാണ്. ആദ്യത്തെ സെക്ടർ തൂണയിൽ എഴുതി വെച്ചേക്കുന്നു രോഗികളുടെ സെക്ടർ. നാട്ടിലുള്ള സകല രോഗികളെയും കൊണ്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഒത്തിരി പേര് വന്നിട്ടുമുണ്ട്. അവർക്ക് പ്രത്യേക പ്രാർത്ഥനയും സൗഖ്യാരാധനയൊക്കെ ഉണ്ട്. അവരെല്ലാം ഇരുന്നുകൊണ്ട് പറയുന്നു, ഞങ്ങൾ രോഗികളാണേ, ഞങ്ങൾക്ക് ആരോഗ്യമില്ല. അടുത്ത തൂണയിൽ എഴുതി വെച്ചേക്കുന്നു കടക്കെണിപ്പെട്ടവരും വിസയില്ലാത്തവരും. ഒത്തിരി പേര് അവിടെ ഇരിപ്പുണ്ട്. അവരവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് സമ്പത്തില്ല. അടുത്ത തൂണയിൽ എഴുതി വെച്ചേക്കുന്നു മക്കളില്ലാത്തവരുടെ സെക്ടർ. അവിടെയുണ്ട് ഒരുപാട് പേര്. അവരവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. എൻ്റെ ഗുരുവാണ് പ്രസംഗിക്കാൻ കയറിയത്. അദ്ദേഹം മുഖ്യ സംഘാടകനോട് ചോദിച്ചു, ഇവിടെ ഉള്ളവർ വല്ലതും ഉണ്ടോ? അപ്പം സംഘാടകൻ ചെവി പറഞ്ഞു, ഞങ്ങൾക്ക് പണ്ടും ഇല്ല. അപ്പം ഈ 1 ലക്ഷം പേരിരുന്നുകൊണ്ട് പറയുന്ന വാക്കെന്താ? ഇല്ല. എന്താണ് വചനം പറയുന്നത്? ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും. ഇതുവരെ നിനക്കുണ്ട്, ഇത് മതി ദൈവമേ. ഇവിടെ അങ്ങനൊരു ഞാൻ അസീസിയിൽ ഷെയറിങ്ങിന് ഇരിക്കുമ്പം ഇങ്ങനെ ക്യൂ നിൽക്കണം 3-4 പേര്. ഒരു പെങ്കൊച്ച് 28 വയസ്സുള്ളൂ, UK വന്നേക്കാണ്. എന്നെ മിടിക്കുകയെന്നറിയോ? കൊച്ചുകൊണ്ട് അവളുടെ പ്രശ്നം എന്നറിയോ? അവളുടെ ബ്രസ്റ്റിന് ക്യാൻസറാണ്. ഒരെണ്ണം മൂവ് ചെയ്ത്, രണ്ടാമത്തെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഈ ക്യാൻസർ ഇങ്ങോട്ട് പടർന്നിട്ട് ഈ കൈ അനക്കത്തില്ല ഈ കൊച്ചിന്, ഈ പെൺകുട്ടിക്ക്. അപ്പം അത് കയറി വന്നിട്ട് എന്നോട് വേറെ ഒന്നും പറഞ്ഞില്ല ബ്രദറെ, യാഥാർത്ഥ്യം എനിക്കറിയാം. കാരണം അത് നേഴ്സല്ലേ, വേദനയുണ്ട്, എന്നാലും അതിന് ആഗ്രഹമുണ്ട്. എല്ലാവരും കൈ ഉയർത്തുമ്പോൾ കൈയൊക്കെ ഒന്ന് ഉയർത്തണം. അതിനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ, എൻ്റെ കണ്ണ് നിറഞ്ഞു. ഇനി അവൾ ഇറങ്ങിപ്പോയിട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടറാണ് കയറി വന്നത്. മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ, നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ. ഈ ഡോക്ടർ കണ്ടപ്പോൾ പിടികിട്ടി ഇതിനെന്തോ മാരകരോ ക്യാൻസറാണെന്ന് പിടികിട്ടി. ഡോക്ടർ വന്നിട്ട് ഡോക്ടർ പ്രാർത്ഥിക്കാനായിട്ട് വന്ന ആവശ്യങ്ങൾ പറയാനായിട്ട് എന്നോട് ചോദിച്ചു. ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. ഞാൻ ബ്രദറിനോടൊന്നും കൊണ്ടല്ല, ആ കുട്ടിക്ക് എന്താ അസുഖം? ഞാൻ കാര്യം പറഞ്ഞു ഡോക്ടറോട്. പെട്ടെന്ന് ഡോക്ടറെ കണ്ണ് നിറഞ്ഞ് ഡോക്ടർ കൈ കൂപ്പിയിട്ട് എന്നോട് പറഞ്ഞ്, എൻ്റെ എല്ലാ പ്രശ്നത്തിനും ഉത്തരവായി. എന്നോട് ഡോക്ടർ പറയുകയാണ്, ഞാൻ എത്ര ഉയരത്തിലാണ് ബ്രദറെ, എന്നിട്ട് എൻ്റെ ഗതികേട് എത്ര വലുതാണ്. ഞാൻ എൻ്റെ കുറേ കുടുംബ പ്രശ്നം, എൻ്റെ വീട്ടിലെ പ്രശ്നമൊക്കെ പറയാനാണ് വന്നത്. ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് കൈ കൂപ്പിട്ട് പറഞ്ഞു, ബ്രദർ പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ ധ്യാനിച്ചോളാം. ആ മനുഷ്യൻ ഇറങ്ങിപ്പോയി കേട്ടോ, ഞാനൊന്നൊരു അതാണ് ഉത്തരം. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾക്ക് ഇതുവരെ ഈ തൃപ്തിയില്ല പ്രിയപ്പെട്ടവർ. നമ്മളെക്കാളും വേദനിക്കുന്ന എത്രയോ മക്കൾ, നമ്മളെക്കാളും ഭാരപ്പെടുന്ന എത്രയോ മക്കൾ. ഭയാനകമായ അവസ്ഥ. കൊറോണ വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ കരയിച്ചൊരു സംഭവമുണ്ട്. ഞാൻ അഹമ്മദാബാദ് പോയി 15 ദിവസം റിട്രീറ്റ് ചെയ്ത് കൊടുത്താണ്. അതിനകത്ത് തോമസ് ഊട്ടി എന്ന് പറയും, കോട്ടയംകാരനാണ്, കരിസ്മാറ്റിക്കിൻ്റെ അവിടുത്തെ കോർഡിനേറ്ററാണ്, സിറോ മല സഭയിൽ ഏറ്റവും അവിടുത്തെ ആത്മായ പ്രതിനിധിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ്, ബ്രദർ ഈ തവണ ധ്യാനത്തിന് വരണം. ഞാൻ പറഞ്ഞ്, തോമസ് ഊട്ടി എനിക്കിപ്പോൾ വരാൻ പറ്റില്ല, ഞാൻ പിന്നെ വരാം. കാരണം ഞാൻ ഒരു പുറത്തേക്ക് ഒരു വിസ എടുത്ത് എല്ലാം റെഡി ആയിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ വരാം, ഞാൻ പ്രാർത്ഥിച്ചോളാം. അങ്ങനെ പാലായിലെ വേറെ അച്ഛനെയാണ് വിളിച്ചത്. ഇനി ആ അച്ഛൻ്റെ ക്യാൻസലായിപ്പോയി. അന്നേരത്തിനും കൊറോണ വന്നു. അതിനിപ്പോൾ തോമസ് ഊട്ടി എനിക്ക് മെസ്സേജ് ഇട്ട് പപ്പയ്ക്ക് പിടിച്ച്, പപ്പ കോട്ടയംകാരനാണ്, പപ്പ മരിച്ച്. അതിനിപ്പം പപ്പയെ നോക്കി അമ്മയ്ക്ക് പിടിച്ച്, അമ്മ മരിച്ച്. അതിനുശേഷം ഈ തോമസ് ഊട്ടിയുടെ ഭാര്യ 42 വയസ്സുള്ള അവൾക്ക് എന്നെ മിടിക്കുകയെന്നറിയും. അവൾ അഹമ്മദാബാദ് കോടതിയിലെ ക്ലർക്കാണ്. അമ്മയിൽ നിന്നും അവൾക്ക് കിട്ടി, അവളും മരിച്ചു. ഓർത്തു നോക്കി, അപ്പൻ അമ്മ ഭാര്യ ഒരു കൊച്ചാണ് ഇവനുള്ളത്. അപ്പോൾ ഇവളുടെ മരണം ഇവനെ ഭയങ്കരമായിട്ട് തകർത്ത് കളഞ്ഞു. എങ്ങനെയെന്നറിയില്ല, അവളിൽ നിന്ന് ഇവന് കിട്ടി. ICU കിടക്കുമ്പോൾ മെസ്സേജ് ഇട്ട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, എല്ലാവരും പ്രാർത്ഥിച്ചു, ഞാനും ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു. കുറഞ്ഞു, വീട്ടിൽ വന്നു. അപ്പം നന്ദി പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ട്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ആ രോഗം പിടികൂട്ടി. അവസാനം ബോഡിയാണ് കൊണ്ടുവന്നത്. ആ കൊച്ചിനെ കരിസ്മാറ്റിക്കാരാണ് നോക്കിയത് കുറേ നാൾ. ചേട്ടൻ്റെ അച്ഛനാണ്, CMI സഭയിലെ അച്ഛനാണ്. ഇപ്പം അച്ഛൻ കൊണ്ടുപോയി. ഞാൻ കഴിഞ്ഞ ദിവസം ജഗ്ഗി എന്ന് പറയും, അവിടുത്തെ കോർഡിനേറ്ററാണ് കരിസ്മാറ്റിക്കൽ. ഞാൻ ജഗ്ഗിയെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ്, എനിക്കറിയില്ല ബ്രദറെ എവിടെയാണ്. ജഗ്ഗി പറയുമ്പോഴും ജഗ്ഗിയുടെ തൊണ്ട ഇടറുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഓർത്തു നോക്കി, ഇത്ര വലിയ മഹാമാരി വന്നിട്ടും നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഈ മിറക്കിൾ കാണാൻ നമുക്ക് കണ്ണുകളില്ല. ഇതാണ് നമ്മുടെ ഞാൻ എപ്പോഴും ഓർക്കും, എന്നെയും പിടികൂടിയതാണ്. സത്യമാണ് പ്രിയപ്പെട്ടവർ.
ജീവിതത്തിൽ ദൈവം നടത്തുന്ന വഴികൾ. അതുകൊണ്ട് നമ്മൾ ഇനി ഒരിക്കലും ഇല്ലെന്ന് പറയരുത്. എന്തു പറയണം? ഉണ്ടെന്ന് പറയണം. കേട്ടാ, ഉണ്ടെന്നുണ്ട്. ആരെങ്കിലും പൈസ ചോദിച്ചാൽ എന്നാ പറയണം? ഉണ്ട്. നമ്മുടെ പ്രശ്നം നമ്മൾ പറയും ടൈറ്റാന്ന് പറയും. അതുകൊണ്ട് നമുക്ക് ടൈറ്റ് കുറവുണ്ടോ ഇപ്പം? ശ്രദ്ധിച്ചു നോക്കിയേ. ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ ക്ലാസ് എടുത്തിട്ട് എന്നെ കൊണ്ടുവിടും ഒരു ചെറുപ്പക്കാരനെ. അവൻ കൊണ്ടുവിടും. ഇപ്പോഴല്ല, നാളുകൾക്ക് മുമ്പാണ്. അവനെന്നെ കൊണ്ടുവിട്ടിട്ട് ഭയങ്കര കാര്യമുണ്ട്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അവനെ. ഒരു ദിവസം അവൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ബാക്കിങ്ങനെ വാർക്ക, ഫ്രണ്ട് ഇതാണ് പട്ടിക ഓടാണ്. അത് ലഭിച്ചിട്ട് താഴേക്ക് ഇരുന്നു. അപ്പോൾ ആശാരിയെ പോയി കണ്ടപ്പോൾ ആശാരി പറഞ്ഞു 50,000 രൂപ ഉണ്ടെങ്കിൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഇപ്പോഴല്ല കേട്ടോ, 5-8 വർഷം മുമ്പാണ് 50,000 രൂപ. അപ്പോൾ അവൻ്റെ കയ്യിൽ 25,000 ഉണ്ട്. അപ്പോൾ അവനും ഭാര്യയും കൂടെ രാത്രി ഇരുന്നു പ്രാർത്ഥിച്ച്. അപ്പോൾ എന്നെ കൊണ്ടേ വിട്ടിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു ഞാനും പ്രാർത്ഥിക്കാം. പെട്ടെന്ന് അവൻ പറഞ്ഞ് പ്രാർത്ഥിക്കാനല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ബ്രദറിൻ്റെ മുഖമാണ് കാണിച്ചു തന്നത്. ഞാൻ ചോദിച്ചു, എൻ്റെ മുഖം തന്നെയാണോ കണ്ടത്? ആ കറക്റ്റ് ഞാനും ഭാര്യ ഒരുപോലെ കണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കറിയാം അവിടെ നിന്ന് കിട്ടിയ വണ്ടിക്കൂലിയുള്ള എൻ്റെ കയ്യിൽ. ഞാൻ പറഞ്ഞ് കണ്ടോ എത്ര വേണം? ഞാൻ പറഞ്ഞ് 25,000 ഉണ്ടെങ്കിൽ ഉറപ്പാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് തരാമെന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ എന്ന് തരും? ഞാൻ പറഞ്ഞ് കർത്താവ് തരും. ആര് തരും? ഞാൻ തരാമെന്ന് പറഞ്ഞു. ബസ്സേ കയറിയപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ ഉണ്ട് എന്ന് പറയണമെന്നാണ് നീ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പോയി കേട്ടാ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവൻ എന്നെ വിളിച്ചു. അക്കൗണ്ടിൽ തരുമോ കൈ തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എങ്ങനെ വേണേലും തരാം. ഞാൻ ക്ലാസ് എടുത്തിട്ട് തൃശ്ശൂർ ധ്യാന കേന്ദ്രത്തിൽ, ജെറുസലേം എന്നുള്ള ധ്യാന കേന്ദ്രമുണ്ട്, ക്ലാസ് എടുത്തിട്ട് ഇറങ്ങുമ്പം ഒരു മനുഷ്യൻ ധ്യാന കേന്ദ്രത്തിൻ്റെ വാതിക്കൽ നിൽക്കുകയാണ്. എൻ്റെ കയ്യിൽ കയറി പിടിച്ചു ബ്രദർ എന്നെ അറിയോ? ഞാൻ പറഞ്ഞില്ല, ഞാനിവിടെ വന്ന് ധ്യാനിച്ചതാണ് 6 മാസം മുമ്പ്. ഞാൻ തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. ഞാൻ എന്താ ഡോക്ടർ? ഒരു സാധാ മനുഷ്യൻ. എന്താ ഡോക്ടറെ? ഞാൻ ബ്രദറിനെ കാണാൻ വന്നതാണ്. ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. ഞാൻ ചോദിച്ച് എന്താണ് വിശേഷം? വിശേഷമൊക്കെ തിരക്കി. 2 മക്കൾ സുഖമായിരിക്കുന്നു. നല്ല കൃപയുള്ളൊരു ഡോക്ടർ. എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും വിവാഹ വാർഷികമാണ്. സാറിന് വിവാഹ വാർഷികത്തിന് ഞാൻ എവിടെയെങ്കിലും ആതുരാലയങ്ങൾക്കാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഈ തവണ പ്രാർത്ഥിച്ചപ്പോൾ ബ്രദറിൻ്റെ മുഖമാണ് കർത്താവ്. അത് കൊള്ളാം. എന്നിട്ട് 1,00,000 രൂപയുടെ ചെക്ക് എടുത്ത് തന്നിട്ട് പറഞ്ഞ്, എനിക്കറിയാം ഇതാർക്കെങ്കിലും എത്തും കയ്യിൽ, അതുകൊണ്ട് ബ്രദറിനെ അറിയാം, ആവശ്യമുള്ളവർക്ക് കൊടുക്കുക. ഞാനും കർത്താവും ബ്രദറും മാത്രമേ ഇതറിയാവുള്ളൂ. ഡോക്ടർ പോയി. ഞാൻ മറ്റവനെ വിളിച്ചിട്ട് ചോദിച്ചു, അക്കൗണ്ടിൽ തരണോ? കറക്റ്റാണ്. ഞാൻ ഓർത്തു കേട്ടോ എൻ്റെ ഈശോയെ, നമ്മൾ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നം എന്നറിയോ? ഇനി അതുകൊണ്ട് ഒരിക്കലും ഇല്ലെന്ന് പറയരുത്. ഉണ്ട്. പണ്ടൊക്കെ 12 മക്കളുണ്ട്. ഇടുക്കിയിലെ കഥയാണ് കേട്ടാ. അമ്മച്ചിമാർ അരി ഇടുമ്പം ഇടാനില്ല. എന്നാൽ ഈ അമ്മച്ചിമാരെന്നോട് പറയും, വിളമ്പുമ്പം എല്ലാവർക്കും എത്തും. പണ്ടൊക്കെ അങ്ങനെയാണ്. അതിന് കാരണം എന്താണെന്നറിയോ? ഇവരാരും ഇല്ലെന്ന് പറയല, ഉണ്ട് അങ്ങനെയൊന്ന് പറഞ്ഞ് കേട്ടാ. ഇനി അതുകൊണ്ട് ധ്യാനത്തിന് പോയാൽ എവിടെ ചെന്നാലും പറയണം, എങ്ങനെയുണ്ട് ഭർത്താവ്, എങ്ങനെയുണ്ട്? അവൾ കൊള്ളാം, നല്ലതാണ്, അങ്ങനെയൊന്ന് പറഞ്ഞു.